രാവിലെ ഇനി കൂടുതൽ വിശദമായ വാർത്തകളിലേക്ക് ആണ് കടക്കാൻ പോകുന്നത്. നമുക്ക് ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ കൂടി നോക്കാം. ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ഒരുക്കത്തിൽ തലസ്ഥാനം. നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണം. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ മകം തൊഴൽ ഇന്ന്. ഹൈക്കമാൻഡിനോട് കടുപ്പിച്ച UDF ഘടകകക്ഷികൾ. കോൺഗ്രസ് നേതൃനിരയിലെ ഐക്യം താഴെത്തട്ടിലും ഉറപ്പാക്കണം. ഹൈക്കമാൻഡിനെ ധരിപ്പിക്കാൻ AICC പ്രതിനിധി. പരസ്യപ്രതികരണത്തിൽ പത്മകുമാറിനെതിരെ നടപടിയുണ്ടാകുമോ? നിർണായക CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇന്ന്. പങ്കെടുക്കാൻ പത്മകുമാർ. വയനാട് ടൗൺഷിപ്പിനുള്ള സമ്മതപത്രത്തിൽ ഒപ്പിടാൻ വിമുഖത കാട്ടി ദുരന്തബാധിതർ. സമ്മതപത്രം നൽകിയത് 8 പേർ മാത്രം. അന്തിമ പട്ടിക ഏപ്രിൽ 20-ന്. മുഖ്യമന്ത്രി ഇന്ന് കേന്ദ്ര ധനമന്ത്രിയെ കാണും. PC ജോർജിനെതിരെ കേസെടുക്കുന്നതിൽ അന്തിമ തീരുമാനമായില്ല. സർക്കാർ നിലപാട് നിർണായകം. ഹൈക്കോടതിയെ സമീപിക്കാൻ യൂത്ത് ലീഗ്. പാകിസ്ഥാനിൽ റാഞ്ചിയെടുത്ത ട്രെയിനിലെ 80 യാത്രക്കാരെ മോചിപ്പിച്ചു. സൈന്യം വ്യോമാക്രമണം നടത്തി. 30 പാക് സൈനികരും 14 വിഘടനവാദികളും കൊല്ലപ്പെട്ടു. ബലൂച്ച് സായുധ സംഘം ബന്ദിയാക്കിയത് 214 പേരെ. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ വഴിയൊരുങ്ങുന്നു. 30 ദിവസത്തെ വെടിനിർത്തൽ അവതരിപ്പിച്ച അമേരിക്ക. യുക്രൈനുള്ള സാമ്പത്തിക സഹായം അമേരിക്ക പുനഃസ്ഥാപിക്കും. കാനഡയോട് പോരിന് അമേരിക്ക. സ്റ്റീൽ, അലൂമിനിയം ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതിക്ക് ഇന്നു മുതൽ 50% താരിഫ്. തിരിച്ചടിക്കാൻ കാനഡയും. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ലിവർപൂൾ പുറത്ത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തകർത്തത് PSG. ക്വാർട്ടർ ഫൈനൽ ലൈനപ്പായി. ബയേൺ മ്യൂണിക്കും ബാഴ്സലോണയും ഇന്റർ മിലാനും ക്വാർട്ടർ. ആറ്റുകാൽ പൊങ്കാല നാളെ. പൊങ്കാലയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണം അടക്കം ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. രാവിലെ 9:45-നാണ് ശുദ്ധ പുണ്യാഹത്തോടെ പൊങ്കാല സമർപ്പണത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുക. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദേവീ സന്നിധിയിലേക്ക് ഭക്തരുടെ ഒഴുക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഭവ്യ പാർവതിയാണ് ആറ്റുകാലിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുക. ഭവ്യ, നാളെയാണ് പൊങ്കാലയെങ്കിലും ഇന്നേ അതിൻ്റെ ഒരുക്കങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്. പക്ഷേ ഈ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന് തന്നെ എത്തുക, അതിൽ തന്നെ ഈ ക്ഷേത്രത്തിനോടടുത്ത് പൊങ്കാലയർപ്പിക്കാനൊക്കെയുള്ള അവസരം ലഭിക്കുമോ എന്നൊക്കെ അന്വേഷിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു തിരക്കിലേക്ക് കടന്നോ? തീർച്ചയായും KP പറഞ്ഞതുപോലെ തന്നെയാണ്. വലിയ തിരക്ക് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ആറ്റുകാൽ ദേവീ ക്ഷേത്രത്തിന് മുൻപിൽ തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അത്രമാത്രം തിരക്കാണ്. നമ്മൾ രാവിലെ തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിലോട്ട് വരുന്ന വഴിയിൽ തന്നെ മുഴുവൻ, അതും അതിരാവിലെ ആയിട്ടേ ഉള്ളൂ, പക്ഷെ ഫുൾ ബ്ലോക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം തിരക്കാണ്. ഇവിടെ റോഡിലാണ് ക്ഷേത്ര ദർശനത്തിനായിട്ടുള്ള ക്യൂ ഉള്ളത്. എന്തായാലും 9ാമത്തെ ദിവസമാണിത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. നാളെയാണ് എന്തായാലും ഈ തിളച്ചു പൊന്തുന്ന പൊങ്കാല കലങ്ങളിൽ ആറ്റുകാൽ ദേവിയുടെ അനുഗ്രഹ തീർത്ഥം ഏറ്റുവാങ്ങാനുള്ള ഭക്തലക്ഷങ്ങളുടെ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ഇനി ഈ ഒരു പകൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് കാണാം. അത്രമാത്രം അഭൂതപൂർവമായ തിരക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ നീണ്ട ക്യൂവിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അത്രമാത്രം വലിയ തിരക്കാണ് ഇവിടെയുള്ളത്. പൂർണ്ണമായും പൊങ്കാലയ്ക്ക് അനന്തപുരി ഒരുങ്ങിക്കഴിഞ്ഞു. ഈ നാട് മുഴുവൻ യാഗശാലയാവാൻ ഒരൊറ്റ ദിവസത്തെ, അല്ലെങ്കിൽ ഈ ഒരു ദിവസം
പൂർണ്ണമാകേണ്ട കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. അത്രമാത്രം വലിയ തിരക്കുണ്ട്. എന്തായാലും പൂർണ്ണമായും അനന്തപുരി ആറ്റുകാൽ ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് പൊങ്കാലയ്ക്കായി, പൊങ്കാലയെ വരവേൽക്കാനായി. എന്തായാലും ഇന്നൊരു ദിവസം മാത്രമേ ഉള്ളൂ. നമുക്കിതാ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. മണിക്കൂറുകളായി, ഏകദേശം നേരം പുലരുന്നതിന് മുൻപ് ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. അവരുടെയൊക്കെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ചേച്ചി എവിടുന്നാ വരുന്നേ? ചെങ്ങന്നൂര്. എപ്പോ വന്നു ഇവിടെ? ഇന്നലെ വന്നു. ഇന്നലെ വന്ന് ക്യൂ നിൽക്കണോ? ഇന്നലെ നിൽക്കണോ? അല്ല, വെളുപ്പിന് 5 മണി തൊട്ട് നിൽക്കുക. 5 മണി തൊട്ട് ഇവിടെ ഒരു വെള്ളം ഒന്നും കിട്ടില്ല. കുറെ പേര് മയങ്ങി വീഴുകയൊക്കെ ചെയ്തു. പിന്നെ ഇപ്പം ഇവിടെ നിന്ന് ഒരു സെക്യൂരിറ്റി വെള്ളം എടുത്ത് കുറെ പേർക്ക് തന്നു. അങ്ങനെയൊക്കെ നിൽക്കുക. നാളെ പൊങ്കാല ഇടുന്നുണ്ടോ? ഉണ്ട്, എല്ലാം റെഡിയായി നിൽക്കുക. കണ്ടിട്ട് പോയി നാളെ പൊങ്കാല ഇടണം. ചേച്ചി എവിടുന്നാ? ഞാൻ ചെറായിന്ന്. നാളെ പൊങ്കാല ഇടുന്നില്ല? നാളെ പൊങ്കാല. എപ്പോ വന്നു ഇവിടെ? ഇവിടെ 3:30 വന്ന്. 3:30 വന്ന് നിൽക്കുവാണ്. അതാണ് KP ഇവരൊക്കെ പറയുന്നത് പോലെ തന്നെ പുലർച്ചെ മുതലേ ഇവിടെ വന്ന് നിൽക്കുന്ന ആളുകളാണ്. ഇതാ 3 മണി മുതലും 2 മണി മുതലും ഒക്കെ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തി നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. വെള്ളം കിട്ടുന്നില്ല എന്നുള്ള പരാതികളൊക്കെ ആളുകളൊക്കെ പറയുന്നുണ്ട്. ചേച്ചി എവിടുന്നാ? ഞങ്ങള് ബാംഗ്ലൂരിൽ നിന്ന് വരുവാണ്. എല്ലാ വർഷം വരാറുണ്ടോ? അല്ലതാ ഫസ്റ്റ് ടൈമാ. ആദ്യമായിട്ട് പൊങ്കാലിടാൻ വരുവാണ്? അതെ അതെ. എവിടെ ഇടുന്നേ? ഞങ്ങള് ആ ഒരു സാൻ വ്യൂ ഒരു ഹോട്ടലില്ലേ അതിന്റെ മുന്നില്. ശരി, അവർക്കൊക്കെ പൂർത്തിയായി. തൊഴുതിട്ട് നേരെ പോവാന്നല്ലേ? അതെ, തൊഴുതിട്ട് പോവാം. വെള്ളം തരാൻ പറയണേ, നമുക്കെല്ലാം കുടിക്കാൻ കുറച്ച് വെള്ളം തരാൻ പറയണം കേട്ടോ. ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. പിന്നെ വെള്ളം അത്യാവശ്യം കുറെ പേര് മയങ്ങി വീണു ഇവിടെ. അപ്പൊ അതൊക്കെ ഒന്ന് പരിഹരിക്കണം. ഒന്ന് പറയുക. അതാണ്, ഇവർക്കൊന്നും കുറേ പേർക്ക് വെള്ളം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് പറയാനുള്ളത്. രാവിലെ മുതൽ നിൽക്കുന്ന ആളുകളാണ്. കുറേ പേർ മയങ്ങി വീഴുന്നു എന്ന് പറയുന്നു. കുറേ പേർക്ക് വെള്ളം ഭക്ഷണവും കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ചേട്ടൻ എവിടുന്നാ? ഞാൻ കായംകുളം. ആദ്യമായിട്ട് വരുവാണോ? അല്ല, ഞാനിപ്പോൾ ഒരു 20 വർഷമെങ്കിലായി കാണും. 20 വർഷം കൊണ്ട് വരുന്നുണ്ട്. 20 വർഷം കൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും പിന്നെ കുറച്ച് പേരുണ്ട്, അവരെല്ലാം ഫ്രണ്ടിലുണ്ട്. ചേച്ചി എവിടുന്നാ വരുന്നേ? ശാസ്താംകോട്ട. നാളെ പൊങ്കാല ഇടുന്നില്ലേ? ഉണ്ട്. ഒരുക്കൊക്കെ പൂർത്തിയായോ? പൂർത്തിയായി. അതാണ്, എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. പൊങ്കാലയ്ക്കായുള്ള കാത്തിരിപ്പാണ് നമുക്ക് കാണാൻ സാധിക്കും. അത്രമാത്രം വലിയ നീണ്ട ക്യൂ ആണ് ഇവിടെയുള്ളത്. എന്തായാലും ആറ്റുകാൽ ക്ഷേത്രവും പരിസരവും പൂർണ്ണമായി പൊങ്കാലയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. അനന്തപുരി യാഗശാലയാകാൻ പൂർണ്ണമായും സ്ത്രീകൾ കൈയടക്കാൻ, സ്ത്രീകളുടെ മഹോത്സവം അല്ലെങ്കിൽ സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ എന്നറിയപ്പെടുന്നത്, നമുക്കറിയാം KP. അപ്പോൾ പൂർണ്ണമായും ഈ നഗരം മുഴുവൻ സ്ത്രീകൾ കൈയടക്കാൻ ഇനി ഒരൊറ്റ ദിവസം മാത്രമേ. കഴിഞ്ഞ 9 ദിവസമായി ഈ നാട് മുഴുവൻ ആഘോഷ ലഹരിയിലാണ്. അതിന്റെ ഒരു സമാപനത്തിലേക്ക് കടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നാളെ ഒരു ദിവസത്തോടു കൂടി ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നതോടുകൂടി പൂർണ്ണമായും ഈ ഒരു നാട് ഉത്സവ ലഹരിയിലേക്ക് എത്തുകയാണ്. അതിന്റെ ഒരു പാരമ്യത്തിൽ എത്തി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം സ്ത്രീകൾ കൈയടക്കി. നമുക്ക് റോഡിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ KP കാണാൻ സാധിക്കും. ഏറ്റവും പ്രധാനമായി റോഡ് മുഴുവൻ പൊങ്കാല കലങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കാണാൻ സാധിക്കുക റോഡുകൾ മുഴുവൻ പൂർണ്ണമായും ആളുകൾ കൈയടക്കുന്ന അല്ലെങ്കിൽ അമ്മമാർ സഹോദരിമാർ കൈയടക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം ഇന്ന് മുതൽ തന്നെ അവർ അവരുടെ ഇരിപ്പിടങ്ങൾ എവിടെയാണോ പൊങ്കാല അർപ്പിക്കാനുള്ളത് ആ റോഡ് മുഴുവൻ കൈയടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ചേച്ചി എവിടുന്നാ വരുന്നേ? ശാസ്താംകോട്ട. എല്ലാ വർഷം വരാറുണ്ടോ? 2 വർഷം കൊണ്ട് വരുന്നു. നാളെ പൊങ്കാല ഇടുന്നില്ലേ? കുറെ നേരമായി ക്യൂ നിൽക്കുന്നത്. ആകിച്ചിരിക്കും നമ്മള്, വെള്ളം പോലും ഇല്ലാതെ. വെള്ളമില്ല എന്ന് പറയാം കേട്ടോ, പറഞ്ഞിട്ടുണ്ട്. വെള്ളം പെട്ടെന്ന് എത്തുമെന്ന് വിചാരിക്കാം. എവിടുന്ന് വരുന്നേ? മുണ്ടക്കയം. എല്ലാ വർഷം വരാറുള്ള. നാളെ പൊങ്കാല ഇടുന്നുണ്ട്. എവിടെ ഇടുന്നേ? മണക്കാട്. അവിടുന്ന് കുറെ ചേച്ചിമാര് ഏന്തി നോക്കുന്നത് നമുക്ക്. വയനാട്ടിൽ നിന്ന് വരുന്നേ? ഞാൻ കോഴിക്കോടാ. എല്ലാ വർഷം വരാറുണ്ടോ? കിട്ടിയോ? 2-3 പേര് വീണവർക്ക് ഞങ്ങൾ കൊടുത്തു. വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ട് നിൽക്കുക. എപ്പോ വന്ന് നിൽക്കുന്നു? ഞങ്ങൾ വെളുപ്പിന് 4:30 ആയിരുന്നു. 4 മണിക്ക് വന്ന് നിൽക്കും അല്ലേ? വെള്ളത്തിന്റെ കാര്യം പറയുന്നുണ്ട് കേട്ടോ എല്ലാവരും. വെള്ളത്തിന്റെ കാര്യം ബോംബെന്ന് വരുവാണ്. വളരെ തിരക്കാണ്, അതുകൊണ്ട് ഇന്ന് തൊടാൻ പറ്റിയില്ല. ഇനി വൈകുന്നേരം ഒന്നുകൂടെ നോക്കണം. നാളെ ഞങ്ങൾക്ക് തിരിച്ചു പോവുകയും ചെയ്യണം. പൊങ്കാല നാളെ ഇടും. ഭാര്യ ഇടുന്നു. എനിക്കിടാൻ പറ്റില്ല. പൊങ്കാല ഇട്ടിട്ട് നാളെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. നല്ല തിരക്കാണ്. അപ്പം തിരിച്ചു പോവും.
പിന്നെ വീണ്ടും വരിക. എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷം വരാറുണ്ട്. അതാണ് ഈ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ആറ്റുകാലിൽ തിരുവനന്തപുരംകാർ മാത്രമല്ല, അല്ലെങ്കിൽ സമീപ ജില്ലക്കാർ മാത്രമല്ല, അന്യനാട്ടിൽ നിന്ന് പോലും, നമ്മുടെ കേരളത്തിനപ്പുറത്ത് നിന്ന് പോലും ഇവിടേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നു, അല്ലെങ്കിൽ വിദേശികൾ പോലും ഇങ്ങോട്ട് എത്തുന്നു എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. ഈ തിരുവനന്തപുരത്തിന് അപ്പുറത്തോട്ട് ഈ കേരളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ മുഴുവൻ ആഘോഷമായി ആറ്റുകാൽ പൊങ്കാല മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുലർച്ചെ മുതൽ ഇവിടെ ആളുകൾ എത്തി നിൽക്കുന്നു. ഇവരൊക്കെ ഏറ്റവും പ്രധാനമായി എല്ലാവർക്കും പറയാനുള്ളത് വെള്ളം കിട്ടുന്നില്ല എന്നാണ്. പക്ഷെ എന്നാൽ പോലും കാണാൻ സാധിക്കുന്ന അധികൃതർ കൃത്യമായി കഴിയുന്നത്ര പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പോലും ഈ അത്രമാത്രം ലക്ഷക്കണക്കിന് ആളുകൾ നിൽക്കുന്നിടത്തിലേക്ക് എത്താനുള്ള ചില പരിമിതികൾ ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ വെള്ളത്തിൻ്റെയൊക്കെ ഒരു ചെറിയ കുറവെങ്കിലും കാണുന്നത്. എന്നാലും അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ തിരക്കാണ്. നമുക്കിതാ കൃത്യമായി ഇടപെടൽ നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കാണാം. അത്രമാത്രം വലിയ സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വലിയ ഭക്തജന ലക്ഷങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. നീണ്ട ക്യൂ എന്നൊന്നും പറഞ്ഞാൽ അത് വളരെ കുറവായി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രമാത്രം തിരക്കാണ്. ഈ നിൽക്കുന്ന ഭക്തർ ആറ്റുകാൽ അമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടി മണിക്കൂറുകളായി ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ്. എന്തായാലും ഈ പൊങ്കാല കലങ്ങൾ തിളച്ചു പൊന്താൻ ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം തിരക്കുണ്ട് ഇവിടെ. അതിനുള്ളൊരു കാത്തിരിപ്പാണ് ഈ നാട് മുഴുവൻ കാത്തിരിക്കുകയാണ്. മോൾ എവിടുന്നാ വരുന്നേ? കൊല്ലം. നാളെ പൊങ്കാല ഇടുന്നുണ്ടോ? ഉണ്ട്. ഇപ്പൊ വന്ന് നിൽക്കുന്നു ഇവിടെ ക്യൂ? 5 മണിക്ക് വന്ന് നിൽക്കുവാണല്ലേ? ആറ്റുകാലമ്മയുടെ ഭക്തിയാണോ? എല്ലാ വർഷം വരാറുണ്ടോ? അതാണ്. കുട്ടികളടക്കം ഉള്ള ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിരവധി ആളുകളുണ്ട്. എന്തായാലും ഈ ഒരു നാട് മുഴുവൻ പൊങ്കാല അർപ്പിക്കാനായി കാത്തിരിക്കുകയാണ്. നാളത്തെ ഒരു ദിവസത്തിനായി കാത്തിരിക്കുകയാണ്. എന്തായാലും ആറ്റുകാൽ പൊങ്കാല എന്ന പുണ്യ കാഴ്ചയിലേക്ക് ഇനി കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ലക്ഷക്കണക്കിന് വനിതകളാണ് പൊങ്കാല അർപ്പിക്കാനായി ഇവിടെ എത്തുന്നത്. ഏറ്റവും വലിയൊരു സ്ത്രീ കൂട്ടായ്മയായി അല്ലെങ്കിൽ സ്ത്രീ കൂട്ടായ്മയുടെ സംഗമമായി തലസ്ഥാന നഗരി മാറാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ, അല്ലെങ്കിൽ ഈ ഒരു പകൽ മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അനന്തപുരിയിലെങ്ങും ഇപ്പോൾ ദേവീ മന്ത്ര ധ്വനികളാണ്. എല്ലാ വഴികളും ആറ്റുകാലിലേക്കാണോ നീങ്ങുന്നത് എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും. അത്രമാത്രം തിരക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ദേവിയെ കണ്ട് വണങ്ങാനെത്തുന്ന ഭക്തജനങ്ങളുടെ ഒരു തിരക്കാണ് ഈ സ്ഥലത്ത് മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്രമാത്രം വലിയ തിരക്ക് കാണാം. നിരവധി ചെറിയ ചെറിയ പരാതികൾ, അതിൽ വെള്ളം കിട്ടുന്നില്ല എന്നുള്ള പരാതികളൊക്കെ ആളുകൾ പറയുന്നുണ്ട്. നമുക്കിവിടെ ഇതാ 2 കുഞ്ഞുങ്ങളെ കാണാം. എവിടുന്നാ വരുന്നേ? പേരെന്താ? ആദിത്യ. എപ്പോഴാ വന്ന് നിൽക്കുന്നേ ആദിത്യ? കുറെ നേരമായോ നിൽക്കാൻ തുടങ്ങിയിട്ട്? എത്രയിലാ പഠിക്കുന്നേ? 3-ലാണോ? ഒരു പാട്ട് പാടിത്തരുമോ? പാട്ട് പാടും തോന്നല്ല കണ്ടിട്ട്. ആണോ? മോളുടെ പേരെന്താ? അശ്വതി. ഇപ്പൊ വന്ന് നിൽക്കുന്നേ? എവിടുന്നാ വരുന്നേ? കൊല്ലത്തുനിന്നാണോ? നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? ആണോ? ക്യൂ നിന്ന് മടുത്തോ? എങ്ങനെങ്കിലും ഒന്ന് അകത്ത് കയറിയാൽ മതി എന്നാണോ? എങ്ങനെങ്കിലും ഒന്ന് അകത്തോട്ട് കയറിയാൽ മതി എന്നാണോ? അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര നാണമാണ്. ജിജിയുടെ പേരെന്താ? എവിടുന്നാ വരുന്നേ? പൊങ്കാല ഇടുന്നില്ലേ? ക്യൂ എപ്പം നിൽക്കാൻ തുടങ്ങിയതാ? 3:30 നിൽക്കാൻ തുടങ്ങി. എന്നിട്ട് ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ അല്ലേ? ഇനിയും കുറെ കടമ്പ കിടക്കണം അങ്ങെത്തണമെങ്കിൽ അല്ലേ? ഓക്കെ. ജിജി പേരെന്തുവാ? സോണിയ. എവിടുന്നാ വരുന്നേ? കാഞ്ഞിരപ്പള്ളി. എല്ലാ വർഷം വരാറുണ്ടോ? എല്ലാ വർഷം വരാറുണ്ട്. എങ്ങനെയുണ്ട് ഈ വർഷം? ഒരുക്കൊക്കെ പൂർത്തിയായോ? ഭയങ്കര തിരക്കാണ്. എവിടുന്ന പൊങ്കാല ഇടുന്നേ? ഞങ്ങൾ കുറച്ച് അപ്പുറത്ത്. എല്ലാ വർഷം അവിടെയാണോ ഇടാ? എല്ലാ വർഷം ഇവിടെ. എന്ത് പേര്? ലത. ചേച്ചി എവിടുന്നാ വരുന്നേ? ഞങ്ങൾ കൊല്ലം തെക്കുമ്പോ. കൊല്ലംകാരാണ് എല്ലാവരും. എല്ലാ വർഷം വരാറുണ്ട്. ഓക്കെ. അതാണ്. അപ്പം കുറെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കുറെ പേര് പുറത്തു നിന്ന് തന്നെ വന്ന് തിരിച്ചു പോകുകയാണ്. കാരണം ക്യൂ നിന്ന് കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം ആയാലും ക്ഷേത്രത്തിൽ എത്താൻ സാധിക്കില്ല, അല്ലെങ്കിൽ ദേവിയെ തൊഴാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പരിഭവം പറഞ്ഞ് തിരിച്ചു പോകുന്ന ആളുകളുമുണ്ട്. എന്നാൽ അങ്ങനെയല്ല, ഞാൻ കണ്ടേ മടങ്ങൂ, ദേവിയെ കണ്ടേ മടങ്ങൂ, പ്രാർത്ഥിച്ചേ തൊഴുതേ മടങ്ങൂ എന്ന് പറഞ്ഞ് എത്ര മണിക്കൂറായാലും വേണ്ടിയില്ല, ആറ്റുകാലമ്മയെ തൊഴുതതിനു ശേഷം മാത്രമേ തിരിച്ചു പോകൂ എന്ന് പറയുന്ന ആളുകളെ നമ്മൾ കാണുന്നത്. കാരണം അവരാണ് 3 മണി മുതലും 2 മണി മുതലും ഒക്കെ ക്യൂ നിന്ന് ദേവിയെ കാണാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ. ചില ആളുകൾ ഇതാ മുൻപിൽ നിന്ന് തൊഴുത് തിരിച്ച് പോകുന്ന ആളുകളെയും കാണാം. നമുക്കിതാ ദൃശ്യങ്ങളിൽ
കാഴ്ചകൾ കാണാം. കുറേ പേര് നിലത്തൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്ക് അവരുടെ അടുത്തേക്കും കൂടെ പോവാം. ചേച്ചി എവിടുന്നാ വരുന്നേ? ഞാൻ കരുനാഗപ്പള്ളി റെസ്റ്റ് എടുക്കുവാണോ? തൊഴുതോ? ക്ഷേത്ര ദർശനം കഴിഞ്ഞിരിക്കുവാ? എവിടെ പൊങ്കാല ഇടുന്നേ? അയ്യപ്പൻ നടയിൽ മുൻപ് തന്നെ ഇടുവാണല്ലേ? എവിടുന്നാ വരുന്നെന്ന് പറഞ്ഞേ? കരുനാഗപ്പള്ളിക്കാരെയാണ് നമ്മൾ. കുറേ പേര് പ്രതികരണം ചോദിച്ചതിൽ കൂടുതൽ പേരും കരുനാഗപ്പള്ളിക്കാരാണ്. ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. ചേച്ചി റെസ്റ്റ് എടുത്തിരിക്കുവാണോ? അമ്പലത്തിൽ കയറാൻ പറ്റുന്നില്ല മോളെ, വയ്യാത്തോണ്ട് ഇവിടെ ഇരിക്കുക. കേറിയിട്ടില്ലേ? അപ്പം കയറിയില്ല. നാളെ ഇവിടെയാണോ പൊങ്കാല ഇടുന്നത്? ആ അമ്പലം അവിടെ ഒരു ഗ്രൗണ്ടില്. പേരെന്തുവാ? പേര് ഷീല. അതാണ് ഇവർക്കൊക്കെ ക്ഷേത്രത്തിൽ കയറാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കയറാൻ സാധിക്കാതെ ഇരിക്കുന്ന ആളുകളാണ്. എന്നാലും ദേവിയുടെ നടയിലിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ആളുകളാണ്. മോൻ എവിടുന്നാ വരുന്നേ? ക്ഷേത്രത്തിൽ പോയോ? തൊഴുതോ? ദേവിയെ തൊഴുതോ? പേരെന്താ? എത്രയല്ലേ പഠിക്കുന്നേ? അമ്മയ്ക്കൊപ്പം പൊങ്കാലയിടാൻ വന്നെയാ? ആണോ? സഹായിക്കോ നാളെ അമ്മയെ? അതിന് ചെറിയൊരു നാണമൊക്കെ ഉണ്ട്. എന്തായാലും അമ്മയെ സഹായിക്കാൻ വേണ്ടി വന്നാന്നാ പറയുന്നേ. അത് 2 സുന്ദരി കുട്ടികൾ നമുക്ക് കാണാം. പേരെന്താ? അമ്മോളുടെ പേരെന്താ? മാളവിക. എവിടുന്നാ വരുന്നേ രണ്ടാളും? കൊല്ലംകാരാണല്ലോ ഇവിടെ കൂടുതലുള്ള. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സംസാരിക്കുന്നവരൊക്കെ കൊല്ലംകാരാണോ? ആണോ? എത്രയല്ലേ പഠിക്കുന്ന രണ്ടാളും? 5-ല് 6-ല്. എന്താ ഇത്ര നാണം? തൊഴുതോ? അമ്മയെ തൊഴുതോ? ആണോ? എല്ലാ വർഷവും വരാറുണ്ടോ? കഴിഞ്ഞ വർഷം വന്നായിരുന്നോ? എന്നിട്ട് പ്രാർത്ഥിച്ച കാര്യമൊക്കെ നടന്നോ? ആണോ? എന്താ നടന്നേ? എക്സാമിന് മാർക്ക് കിട്ടണം. എന്നിട്ട് മാർക്ക് കിട്ടിയോ? ഇല്ലല്ലോ. എക്സാമിന് ക്രിസ്മസിന് 2 ബി ഉണ്ടായിരുന്നു, ബാക്കിയെല്ലാം എനിക്ക് ഒരു പാട്ട് പാടി തരുമോ? നാണോ? ഓക്കെ. അപ്പൊ അതാണ്, ചെറിയ കുട്ടികളാണ് രണ്ടുപേരും. അപ്പം അപ്പം എന്തായാലും അവർ പറയുന്നത് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ആറ്റുകാലമ്മയെ പ്രാർത്ഥിച്ചത്. കഴിഞ്ഞ വർഷം അത് ആ ആഗ്രഹം നടന്നു എന്നൊക്കെയാണ്. അപ്പൊ എന്തായാലും അങ്ങനെ നമുക്ക് കാണാം. ഇതാ ഇവിടെ ഇരിക്കുന്ന ആളുകളെ നമ്മൾ കുറെ പേരെ കണ്ടു. അവരൊക്കെ ക്ഷേത്ര ദർശനം നടക്കാതെ സാധിക്കാതെ വന്ന് ഇരിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വന്ന് ഇരിക്കുന്ന ആളുകളുമുണ്ട്. ഏറ്റവും കൂടുതൽ ആറ്റുകാൽ എപ്പോഴും സ്ത്രീകൾക്ക് പ്രാധാന്യം, അല്ലെങ്കിൽ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്ന സ്ത്രീകളെയാണ്. നമ്മുടെ നാട്ടിൽ ഇത്രമാത്രം സ്ത്രീകളുണ്ടോ എന്ന് പോലും നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. പക്ഷെ അത് ആ സംശയം തീർക്കാൻ ഇവിടെ വന്നാൽ മതി എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അവളുടെ പേരെന്താ? ആദിലക്ഷ്മി. എവിടുന്നാ വരുന്നേ? ആഹാ. എത്രയല്ലേ പഠിക്കുന്നേ? 5-ല്. 5ാം ക്ലാസ് പഠിക്കുവാണ്. എല്ലാ വർഷം വരാറുണ്ട് ഇവിടെ? ആദ്യമായിട്ട് വരുവാണ്. ഞങ്ങളെല്ലാ വർഷവും വരും. ആദ്യമായിട്ട് വരുമ്പോ എങ്ങനെയുണ്ട്? ആറ്റുകാലൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട്. ആഹാ. പ്രാർത്ഥിച്ചോ? എപ്പോ വന്ന് നിൽക്കുവോ? ഭവ്യാണ് ആറ്റുകാൽ പരിസരത്ത് നിന്ന് കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന പോലെ ഒരുപക്ഷെ മണിക്കൂറുകൾ മാത്രമാണ് ഇനി ഉള്ളത്. തിരുവനന്തപുരം നഗരം യാഗശാലയായി മാറാൻ പോകുന്ന സാഹചര്യം. അവിടെ ബാംഗ്ലൂരിൽ നിന്ന്, മുംബൈയിൽ നിന്ന്, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ നിരവധിയായ ഭക്തർ ആണ് എത്തിയിട്ടുള്ളത്. പുലർച്ചെ 3 മണിക്കൊക്കെ എത്തിയവർക്ക് പോലും ഇപ്പോഴും ദർശനം നടത്താൻ സാധിക്കുന്നില്ല. കുടിവെള്ളം ഉൾപ്പെടെ കിട്ടുന്നില്ല എന്ന പരാതിയുണ്ട്. തീർച്ചയായും അത് ക്ഷേത്രം ഭാരവാഹികൾ കൃത്യമായി പരിഹരിക്കേണ്ട ഒന്ന് തന്നെയാണ്. അവിടെ നിന്ന് നമ്മൾ ഇനി ചോറ്റാനിക്കരയിലേക്കാണ് പോകുന്നത്. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ മകം തൊഴൽ ഇന്നാണ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9:30 വരെയാണ് നട തുറന്നിരിക്കുക. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 800-ൽ അധികം പോലീസുകാരെയാണ് ഇത്തവണ നിയോഗിച്ചിട്ടുള്ളത്. 1.5 ലക്ഷം ഭക്തരെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. 15-ന് രാത്രി കീഴ്ക്കാവിൽ നടക്കുന്ന അത്തം വലിയ ഗുരുതിയോടെ ഉത്സവം സമാപിക്കുകയും ചെയ്യും. നവമി ദിനേശാണ് ചോറ്റാനിക്കരയിൽ നിന്ന് ചേരുന്നത്. നവമി, ഈ ആറ്റുകാലിന് സമാനമായ തരത്തിൽ തന്നെയൊക്കെയുള്ള വലിയ ഒരുക്കങ്ങൾ ആണ് നടത്താറുള്ളത്. പുറത്തേക്ക് അടക്കം, അതായത് ക്ഷേത്രത്തിന് പുറത്തേക്കടക്കം നീണ്ടു നിൽക്കുന്ന ക്യൂ. അവിടെയൊക്കെ ഈ ചൂടുകാലത്ത് പന്തലൊക്കെ ഒരുക്കിയാണ് ഭക്തരെ വരവേൽക്കാറുള്ളത്. എത്രത്തോളം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്? എന്താണ് വിവരങ്ങൾ?
അഭിലാഷ്, വെരി ഗുഡ് മോർണിംഗ്. ചരിത്ര പ്രസിദ്ധമായ ചോറ്റാനിക്കര മകം തൊഴൽ ഇന്നാണ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ ഏകദേശം 9:30-10 മണി വരെ നീണ്ടു നിൽക്കുന്ന മകം തൊഴലാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളാണ് എത്തുന്നത്. ഒരു മകം തൊഴൽ പ്രാർത്ഥിച്ചാൽ അടുത്ത മകം തൊഴലിന് മുൻപായി ആ കാര്യം സാധിക്കുമെന്നൊരു വിശ്വാസമാണ് ഇവിടെ ഉള്ളത്. ദേവി അതിനു വേണ്ടിയിട്ടുള്ള അനുഗ്രഹം ഭക്തർക്ക് നൽകുമെന്ന വിശ്വാസമാണ്. അങ്ങനെ ആഗ്രഹം സാധിച്ചവരാണ് എല്ലാ വർഷവും മകം തൊഴലിനായി ഇവിടെ എത്തുന്നത്. അത് ഈ എറണാകുളം ഭാഗത്ത് നിന്നുള്ളവർ മാത്രമല്ല, ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ, ഒപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ എല്ലാ തവണയും കൃത്യമായി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ വലിയ വിശ്വാസമാണ് ചോറ്റാനിക്കര അമ്മയെ. അങ്ങനെ ഇന്ന് മകം തൊഴലിന് വേണ്ടി വലിയ ഒരുക്കങ്ങളാണ് ഇത്തവണയും ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ കടുത്ത ചൂടാണ്, നമുക്കറിയാം. ഉച്ച സമയത്ത് പ്രത്യേകിച്ച് ഈ 10 മണി മുതൽ 5 മണി വരെ എന്ന് പറയുന്നത് വലിയൊരു ചൂടുള്ള സമയമാണ്. അതുകൊണ്ട് ആ സമയത്താണ് ഭക്തർ ഏറ്റവും കൂടുതൽ ഇവിടെ എത്തുന്നത്. 10 മണി മുതൽ ഏകദേശം 9 മണി മുതൽ തന്നെ ഈ ക്യൂ ആരംഭിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് മാത്രമേ നമുക്ക് ആ മകം തൊഴലിന് വേണ്ടി ദേവിയെ ദർശിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷെ ആ 9 മണി മുതൽ തന്നെ ആളുകൾ ഇവിടെ ക്യൂ ആയിട്ട് നിൽക്കും. അതുകൊണ്ട് ആ ചൂടൊക്കെ കണക്കിലെടുത്ത് വലിയ സജ്ജീകരണങ്ങളാണ് നിർമ്മിച്ചു നൽകിയിരിക്കുന്നത്. പന്തൽ കെട്ടിയിട്ടുണ്ട്. ആ പന്തലിന് കീഴിൽ വെയിൽ കൊള്ളാതെ ഭക്തർക്ക് നിൽക്കാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം കുടിവെള്ളം, പ്രാഥമിക ചികിത്സ, പെട്ടെന്നൊക്കെ എന്തെങ്കിലും ഈ ചൂട് കാരണം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടാൽ പെട്ടെന്നൊരു ചികിത്സ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാഥമിക ചികിത്സയ്ക്കുള്ള ഒരുക്കങ്ങൾ, അങ്ങനെ എല്ലാവിധത്തിലും ഭക്തർക്ക് സൗകര്യപ്രദമായി ദേവിയെ ദർശിച്ച് മടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരെ ഒക്കെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. വലിയൊരു തിരക്ക് അനുഭവപ്പെടും. ഇത്തവണ ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകളെയാണ് ദേവസ്വം വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ 800-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയും ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലത്തെ ഓരോ പൂജകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ രാവിലെ ദേവിയെ ദർശിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഭക്തർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പക്ഷേ ഒരു 12 മണിയോടുകൂടി ഈ ഭക്തരെ എല്ലാം ഇവിടെ നിന്ന് അമ്പലത്തിന്റെ ചുറ്റും, ഈ അമ്പലത്തിൽ നിന്നും പുറത്തേക്ക് നിർത്തും. അതിനുശേഷം 2 മണിക്ക് മാത്രമായിരിക്കും അകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരുക്കമാണ് ഇത്തവണയും ചോറ്റാനിക്കര അമ്പലത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ഒരു രാവിലെ 5:30 ദേവിയെയും ശാസ്താവിനെയും ഓണക്കുറ്റിച്ചിറയിലേക്ക് എഴുന്നള്ളിക്കും. ആ ചടങ്ങ് രാവിലെ കഴിഞ്ഞു. ആറാട്ടും ഇറക്കിപ്പൂജയും കഴിഞ്ഞായിരിക്കും പറയെടുപ്പ്. അതിനുശേഷമായിരിക്കും മകം എഴുന്നള്ളിപ്പിനായി നട അടയ്ക്കുക. ആ സമയത്താണ് ദേവിയെ അലങ്കരിക്കുക. ആ അലങ്കാരത്തിന് ശേഷമാണ് അമ്പലം തുറന്നുകൊടുത്ത് ആളുകൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കുന്നത്. നമുക്ക് കാണാം, ആളുകൾ രാവിലത്തെ ഒരു ദർശനത്തിന് വേണ്ടിയിട്ടുള്ള ക്യൂ ഇവിടെ കാണുന്നുണ്ട്. ഇതിപ്പോ ചെറിയ ക്യൂ ആണ്, ഇതല്ല ഉച്ചയ്ക്ക് നമ്മളിവിടെ കാണുന്നത്. ഉച്ചയ്ക്ക് ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യൂ തന്നെ ആയിരിക്കും. വലിയ രീതിയിൽ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ വന്നവർ രാവിലെ അല്ലെങ്കിൽ ഇന്നലെയൊക്കെ വന്ന് സ്ഥലം പിടിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് ഭക്തരോടൊക്കെ തന്നെ ചോദിക്കാം. ഇവര് എല്ലാ വർഷവുമൊക്കെ ഇവിടെ വരുന്നവരൊക്കെ തന്നെയാണ്. ചേച്ചി എവിടെന്നാ വരുന്നേ? ഞാന് പാലക്കാട്, ആലത്തൂര്. എല്ലാ വർഷവും വരാറുണ്ടോ? ദേവി അത്ര വിശ്വാസമാണ്. പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ നടന്നു. എത്രാമത്തെ പ്രാവശ്യം വരുന്നേ? ഇത് ഏഴാമത്തെ. അല്ല, എത്രാമത്തെ പ്രാവശ്യം? ഏഴാമത്തെ പ്രാവശ്യമാണ്. ചേച്ചി എവിടെന്നാ വരുന്നത്? ഞാൻ ആലപ്പുഴ. എല്ലാ വർഷവും വരാറുണ്ട്. എത്രാമത്തെ പ്രാവശ്യമാണ്? ഇപ്പൊ ഒരു 4-5 വർഷമായിട്ടുള്ളത്. ഇന്ന് പിറന്നാളാ എന്റെ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഉച്ച ഇത് കഴിഞ്ഞിട്ടേ പോകും, നിന്നിട്ടേ പോകത്തുള്ളൂ. ഇന്ന് രാവിലെ എത്തി. രാവിലെ എത്തി. അല്ല, ഞാൻ തിരുവല്ല. മൂന്നാമത്തെ പ്രാവശ്യം അടുപ്പിച്ച്. മലപ്പുറത്തുനിന്നാണ്, കുളത്തൂര് എന്ന ദേശം. എല്ലാ വർഷവും വരും. ഇടയ്ക്കൊക്കെ വരുള്ളൂ, എല്ലാ വർഷവും ഒന്നുമില്ല. പറ്റുന്ന സമയത്തൊക്കെ വരാറുണ്ട്. ശബരിമല സീസണിൽ എല്ലാ കൊല്ലവും വരുന്നുണ്ട്. പ്രാർത്ഥിച്ച കാര്യങ്ങളും അമ്മ നടത്തി തരുന്നുണ്ട്. ശരി. ഞാൻ കോഴിക്കോട്. അല്ല, ഞാൻ പോലീസിലാണ്. ഡ്യൂട്ടി വന്നോണ്ട് കയറുന്നുണ്ട്. എല്ലാ വർഷവും ഡ്യൂട്ടി ഇടാറുണ്ടോ? ഇല്ലല്ല, ആദ്യമായിട്ടാണ്. ശരി.
അങ്ങനെ അഭിലാഷ്, നമ്മളിപ്പോൾ സംസാരിച്ചവരെല്ലാവരും തന്നെ പാലക്കാട്, തൃശ്ശൂർ, കോഴിക്കോട് അങ്ങനെ പല ജില്ലകളിൽ നിന്ന് വരുന്നവരാണ്. 7-8 പ്രാവശ്യം വന്ന് തൊഴുതു മടങ്ങുന്നവരുണ്ട്. ഇവരുടെ ഒക്കെ വിശ്വാസം, ഇവരൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇവിടെ വരുന്നത് അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ദേവി സാധിച്ചു കൊടുക്കുമെന്നതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരു മകം തൊഴുത് പിന്നീട് അടുത്ത മകം തൊഴുന്നതിന് മുൻപ് ആ ദേവി അവരുടെ ആ കാര്യം സാധിച്ചു നൽകുമെന്നൊരു വിശ്വാസമാണ്. അങ്ങനെ ആ വിശ്വാസത്തിന്റെ പുറത്താണ് എല്ലാ വർഷവും ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ തവണയും ഈ ആളുകൾ എത്തുന്നതിന്റെ എണ്ണം അത് വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഈ ആദ്യമൊക്കെ തിരക്ക് നിയന്ത്രിക്കാവുന്ന തരത്തിലുള്ള തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഓരോ വർഷം കഴിയുന്തോറും അത് ദേവസ്വം വകുപ്പിന് പോലും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് പോലും നിയന്ത്രിക്കുന്നതിനപ്പുറത്തേക്കായി മാറുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ നിയോഗിക്കുന്ന സാഹചര്യത്തിലേക്ക് വരുന്നത്. ഈ ചൂടൊക്കെ കണക്കിലെടുത്ത് വലിയ സുരക്ഷാ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും 2 മണിയോടുകൂടിയാണ് അഭിലാഷ് ചോറ്റാനിക്കര മകം തൊഴൽ. സൂചിപ്പിക്കുന്ന പോലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ചോറ്റാനിക്കര മകം സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമാണ് ആ ദിവസം എന്നുള്ളതാണ്. മാത്രമല്ല ഈ മകം തൊഴൽ എന്നതിൻ്റെ ഒരു സമയമുണ്ട്. അതുവരെ ചില തീർത്ഥാടകരെങ്കിലും അതിനുശേഷം മാത്രമേ തൊഴാൻ തയ്യാറാവുകയുള്ളൂ. ഇപ്പോൾ നവമി സൂചിപ്പിക്കുന്ന പോലെ ഇപ്പോഴും ക്ഷേത്രത്തിൽ നിരവധിയായ ഭക്തരുണ്ടെങ്കിലും ഈ മകം തൊഴൽ എന്ന സമയത്തിന് ശേഷം മാത്രം തൊഴുക. ആ നിലയിൽ എത്തുന്ന തീർത്ഥാടകർ ആണുള്ളത്. അവർക്ക് ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് ഈ തൊഴാനായി ക്ഷേത്രത്തിലേക്ക് എത്തുകയുള്ളൂ. അങ്ങനെ ഒരു വലിയ നിര ഇപ്പോൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. പലരും പലയിടങ്ങളും കൈക്കലാക്കി വെച്ചിരിക്കുന്നു. കാരണം ഇതിനുശേഷം നിരവധിയായ ഭക്തരിങ്ങനെ എത്തുകയും വലിയ തിരക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ചോറ്റാനിക്കരയിലെ മകം തൊഴിലുമായി ബന്ധപ്പെട്ട വാർത്തയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് ആറ്റുകാലിൽ പൊങ്കാല അർപ്പിക്കുവാനെത്തിയിട്ടുള്ള വിശ്വാസികളുടെ വാർത്തയും വരുന്ന മണിക്കൂറുകളിലും പ്രേക്ഷകരുമായി തുടർച്ചയായി പങ്കുവെച്ചുകൊണ്ടേയിരിക്കാം. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി നമുക്ക് പരിശോധിക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ന് രാവിലെ ഡൽഹിയിലെ കേരള ഹൗസിൽ ആണ് കൂടിക്കാഴ്ച. മുഖ്യമന്ത്രിക്കൊപ്പം പ്രഭാത ഭക്ഷണത്തിന് ശേഷമായിരിക്കും ചർച്ചകൾ. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി, മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ സംസ്ഥാനം ആവശ്യപ്പെട്ട കേന്ദ്ര സഹായം, വിഴിഞ്ഞം പദ്ധതി തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ചയാകും. ER രാഗേഷ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഗേഷ്, രാഷ്ട്രീയമായി ഒട്ടേറെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ട്. ഒപ്പം വയനാടിൻ്റെ ദുരിത സഹായവുമായി ബന്ധപ്പെട്ടും ഭിന്നതകളുണ്ട്. പക്ഷേ അപ്പോഴും കേരളത്തിൻ്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തെ ധരിപ്പിക്കുക, കേന്ദ്രം അതിൽ എന്ത് സമീപനം സ്വീകരിക്കും, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണ് ധനമന്ത്രിയുമായി മുഖ്യമന്ത്രി തന്നെ നടത്തുന്നു. അതും കേരള ഹൗസിൽ ആണ് കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. എന്തെല്ലാമാണ് വിവരങ്ങൾ? അഭിലാഷ്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഇന്നത്തെ കൂടിക്കാഴ്ച. കാരണം നേരത്തെ പല വിഷയങ്ങളും കോടതി കയറിയതാണ്. കാരണം കടമെടുപ്പ് പരിധി അടക്കമുള്ള വിഷയങ്ങളിൽ സുപ്രീം കോടതിയെ കേരളം സമീപിച്ചിരുന്നു. ഏതായാലും ഇന്ന് ഡൽഹിയിൽ കേരള ഹൗസിലെ കൊച്ചിൻ ഹൗസിലാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. 9 മണിക്കാണ് കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയ്ക്കായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവിടെ എത്തുകയും ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും കേരളം ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം ഒന്ന് വയനാട് പുനരധിവാസം തന്നെയായിരിക്കും ഇന്നത്തെ ചർച്ചകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം കേരളം സാമ്പത്തിക സഹായം, പ്രത്യേകിച്ച് ഒരു പാക്കേജാണ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അനുവദിച്ചത് വായ്പയാണ്. അത് 530 കോടി രൂപയാണ് അനുവദിച്ചത്. അതാകട്ടെ മാർച്ച് അവസാനത്തിനകം തന്നെ വിനിയോഗിക്കണം എന്ന നിബന്ധന കേന്ദ്രം നിഷ്കർഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അത് നീട്ടി നൽകണം എന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കും കേരളം. കാരണം ഫെബ്രുവരി 14-നാണ് അത്തരമൊരു വായ്പ അനുവദിക്കപ്പെടുന്നത്. അപ്പോൾ 44 ദിവസത്തിനകം തന്നെ 530 കോടിയോളം രൂപ വിനിയോഗിക്കുക എന്ന് പറയുന്നത് അപ്രായോഗികമാണ്. അക്കാര്യം മുഖ്യമന്ത്രി ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. മാത്രമല്ല വയനാട് പുനരധിവാസത്തെ ഇതുവരെ സ്വീകരിച്ച നടപടികൾ മുഖ്യമന്ത്രി അറിയിക്കും. കൂടാതെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും പുനരധിവാസത്തിന് കൂടുതൽ സഹായം ആവശ്യമുണ്ട്. അപ്പോൾ കൂടുതൽ ധനസഹായം അനുവദിക്കണമെന്ന അഭ്യർത്ഥനയും കേരളം മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടാതെ മറ്റു പല വികസന പദ്ധതികളും നിലവിൽ മുന്നിലുണ്ട്. അത് കേരളയിലാകട്ടെ, ഒപ്പം തന്നെ വിഴിഞ്ഞം പദ്ധതിയാകട്ടെ, അങ്ങനെ പല വിഷയങ്ങളും മുന്നിലുണ്ട്. വിഴിഞ്ഞം പദ്ധതിയുടെ 2ഉം 3ഉം ഘട്ടത്തിനുള്ള അനുമതി, പാരിസ്ഥിതിക അനുമതി കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് അനുമതി ലഭിച്ചിരുന്നു. അപ്പോൾ ഈ 2ഉം 3ഉം 4ഉം ഘട്ടങ്ങളുടെ വികസന പദ്ധതികൾക്ക് ഏതാണ്ട് 10,000 കോടി രൂപ ആവശ്യമായി വരും. അപ്പോൾ അക്കാര്യത്തിൽ കേന്ദ്ര സഹായം കൂടി ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറും. മാത്രമല്ല
വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് നേരത്തെ വായ്പയാക്കി മാറ്റിയിരുന്നു കേന്ദ്ര സർക്കാർ. അങ്ങനെ വരുമ്പോൾ ആ പണം തിരിച്ചടയ്ക്കേണ്ടതുണ്ട്. തിരിച്ചടയ്ക്കുകയാണെങ്കിൽ അത് ഏതാണ്ട് 12,000 കോടി രൂപയായി വരികയും ചെയ്യും. അപ്പോൾ ആ പണം അത് ഒഴിവാക്കണം, ആ നിബന്ധന വ്യവസ്ഥ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ധനമന്ത്രിക്ക് മുഖ്യമന്ത്രി കത്തയച്ചതാണ്. ഇന്നിപ്പോൾ ഈ കൂടിക്കാഴ്ച നടക്കുമ്പോൾ ഏതായാലും ആ വിഷയം കൂടി പരിഗണിക്കപ്പെടും. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ആശാ വർക്കർമാരുടെ സമരമാണ്. കാരണം അത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിച്ചാണ്. പാർലമെന്റിലടക്കം തന്നെ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നതാണ്. അപ്പോൾ ഇന്നലെ തന്നെ ഈ വിഷയം ചർച്ചയ്ക്ക് വരികയും കേന്ദ്ര ആരോഗ്യമന്ത്രി കേരളത്തിന് കുടിശ്ശികയൊന്നും നൽകാനില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തതാണ്. പക്ഷേ കേരളത്തിന് ഈ ബ്രാൻഡിംഗ് നടപ്പാക്കാത്തതിൻ്റെ പേരിൽ ഫണ്ടുകൾ ലാപ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അത് അനുവദിക്കണമെന്നൊരു ആവശ്യം ഒരുപക്ഷെ മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ധനമന്ത്രി മാത്രം കൈക്കൊള്ളേണ്ട തീരുമാനമല്ല അത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ കൂടി വരുന്ന വിഷയമാണ്. JP നഡ്ഡ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ധനമന്ത്രി ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് നൽകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും 9 മണിക്കാണ് കേരള ഹൗസിലെ കൊച്ചിൻ ഹൗസിൽ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും അഭിപ്രായ വ്യത്യാസങ്ങൾ പലതുണ്ടെങ്കിലും ഈ കൂടിക്കാഴ്ച ഈ സൂചിപ്പിക്കുന്ന പോലെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫെഡറൽ സംവിധാനമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള റിലേഷൻ എപ്പോഴും വളരെ നന്നായിരിക്കുക എന്നുള്ളതാണ്. പുറത്തെന്തൊക്കെ രാഷ്ട്രീയം പറഞ്ഞാലും നമുക്ക് നേരത്തെ അറിയാം, കേരളത്തിൽ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടന്നിരുന്നു. ആ സമയത്തൊക്കെ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരൊക്കെ കൃത്യമായി കേരളത്തെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്ന സാഹചര്യമൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ കൂടിക്കാഴ്ചയെയും പ്രതീക്ഷയോടെ നോക്കി കാണാം. അതേസമയം വയനാട് ടൗൺഷിപ്പിനുള്ള സമ്മതപത്രത്തിൽ ഒപ്പിടാൻ വിമുഖത കാട്ടുകയാണ് ദുരന്തബാധിതർ. 8 പേർ മാത്രമാണ് ഇന്നലെ സമ്മതപത്രം നൽകിയത്. ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക ഏപ്രിൽ 20 ആണ് പ്രസിദ്ധീകരിക്കുക. CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, ഈ ഗുണഭോക്താക്കൾ അവരിൽ സമ്മതപത്രം നൽകിയിട്ടുള്ളത് 8 പേരെന്ന് പറയുമ്പോൾ ഒന്ന് നമുക്കറിയാം, സമയപരിമിതി ഉണ്ട് അവർക്ക്. ഒരു പക്ഷേ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണമല്ലോ സമ്മതപത്രത്തിലൊക്കെ ഒപ്പിടാൻ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പലർക്കും ഈ ടൗൺഷിപ്പിനോട് യോജിപ്പില്ല എന്നുള്ളതാണോ, അതെയോ അവർക്ക് അതിലൊരു തീരുമാനമെടുക്കാനുണ്ടാകുന്ന ഒരു സമയപ്രശ്നമാണോ? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ഒന്നിലധികം പ്രശ്നങ്ങളാണ് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവിടെ ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ ഈ പുനരധിവാസം സംബന്ധിച്ച് ചില വ്യവസ്ഥകളിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് ഒന്നുകിൽ സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ ഉൾപ്പെടുത്തി അവർക്ക് നിശ്ചിത സ്ഥലം 7 സെന്റാണെന്നാണ് അവസാനം സർക്കാർ പറഞ്ഞിരിക്കുന്നത്, അതും വീടും എന്നുള്ളതാണ്. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകൾ നിർമ്മിച്ചു കൊടുക്കുന്ന ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ 15 ലക്ഷം രൂപ നൽകാം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് അവിടെ ഉള്ളവരുണ്ടിരിക്കുന്നത് ഈ 2 രീതിയിലും അല്ലാതെ സ്വന്തം ഇഷ്ടത്തിന് മറ്റെവിടെയെങ്കിലും പോയി താമസിക്കുന്നവർക്ക് എത്ര രൂപ നൽകും എന്നുള്ള ചോദ്യം. അങ്ങനെ 3 കാര്യങ്ങൾ പുനരധിവാസം സംബന്ധിച്ച് അടിസ്ഥാനപരമായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് ചില അവ്യക്തതകൾ നിലനിൽക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. എത്ര പേർക്ക് ഈ ഘട്ടത്തിൽ ഈ ലിസ്റ്റിൽ ഉൾപ്പെടും എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ദുരന്തം നേരിട്ട് ബാധിക്കാത്ത എന്നാൽ ദുരന്തം കാരണം ആ മേഖലകൾ ഒറ്റപ്പെട്ടു പോയ ചില സാഹചര്യങ്ങളുണ്ട്. അവിടെയുള്ള ആളുകളൊക്കെ ഇപ്പോഴും പുനരധിവാസം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അവരെ ഒന്നും തന്നെ ഈ പട്ടികയിൽ ആദ്യഘട്ടത്തിൽ എവിടെയും ഉൾപ്പെടുത്തിയിട്ടില്ല. പടവെട്ടി കുന്നിലെ പ്രതിഷേധമൊക്കെ അതിൻ്റെ ഉദാഹരണമാണ്. 35ഓളം കുടുംബങ്ങളാണ് അവിടെ പുനരധിവാസം ആവശ്യപ്പെട്ട് പ്രതിഷേധവുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അവർ ഇന്ന് ചൂരൽമലയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ ആ പടവെട്ടിക്കുന്ന് എന്ന മേഖല ഈ ദുരന്തം നേരിട്ട് ബാധിക്കാത്തൊരു പ്രദേശമാണ്. പക്ഷേ അവിടേക്കുള്ള വഴികളും അവിടേക്കുള്ള മറ്റ് സാഹചര്യങ്ങളൊക്കെ ഈ ദുരന്തത്തിൽ ഇല്ലാതാവുകയും ചെയ്തു. അപ്പോൾ അവർ പൂർണ്ണമായിട്ടും അവിടുന്ന് മാറണമെന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ അതും ഈ സർക്കാരിൻ്റെ ആദ്യഘട്ട പരിഗണനയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് ഇപ്പോൾ സർക്കാരിന് ടൗൺഷിപ്പ് ഉദ്ദേശിക്കുന്നത്. അവിടെ എത്ര സെൻറ്റ് ഭൂമി, 7 സെൻറ്റ് ഭൂമിയും നൽകാമെന്നാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഒരു വാഗ്ദാനം. പക്ഷേ അത് പോരാ, 10 സെൻറ്റ് വേണം എന്നൊരാവശ്യം ഉന്നയിക്കുന്നുണ്ട്. കാരണം ഈ ദുരന്തത്തിൽ ഇരകളായ പലരും വീട് മാത്രമല്ല അവരുടെ കൃഷിഭൂമിയും ഒക്കെ നഷ്ടമായവരാണ്. അപ്പോൾ അങ്ങനെ സർക്കാരിൻ്റെ ഈ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പുനരധിവാസം സ്വീകരിക്കുകയാണെങ്കിൽ അവർക്ക് ദുരന്ത ഭൂമിയിൽ ഉണ്ടായിരുന്ന ആ ഭൂമിയുടെ, അതായത് ചിലപ്പോൾ 1-2 ഏക്കറൊക്കെ ഉടമസ്ഥയുള്ള ആൾക്കാരായിരിക്കാം, അതൊക്കെ നഷ്ടമാവുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതിനു പകരം ഈ എല്ലാ നഷ്ടപ്പെട്ടവർക്ക് ഒരു 7 സെൻറ്റ് മാത്രം ലഭിക്കുന്നു എന്നുള്ള വേദന അവരെ സംബന്ധിച്ച് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ സർക്കാരിൻ്റെ വ്യവസ്ഥകളിൽ നിലനിൽക്കുന്ന ചില അവ്യക്തതകൾ, അത് ഒരുപക്ഷെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇനിയുള്ള
വരാനുള്ള ദിവസങ്ങൾ വഴിയൊരുക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അടുത്ത ദിവസം മന്ത്രി കെ രാജൻ വയനാട്ടിലെത്തി ഈ പ്രശ്നങ്ങൾ നേരിട്ട് പരിഹരിക്കാനുള്ള ചർച്ചകൾ നടത്തുമെന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ അതിനോടൊപ്പം തന്നെ പ്രതിഷേധങ്ങൾ അവിടെ ഉയരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പടവെട്ടിക്കുന്നിലെ പ്രതിഷേധം ഇന്ന് രാവിലെ 9 മണിയോടെയൊക്കെ നടക്കുമെന്നാണ് അറിയുന്നത്. അടുത്ത ദിവസം സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തുന്നത് വൈകുന്നത് സംബന്ധിച്ച്, അതുപോലെ തന്നെ മരിച്ചവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കുമെന്ന് മന്ത്രി കെ രാജൻ കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു. അതിന് നടപടിയും തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഡെത്ത് സർട്ടിഫിക്കറ്റ് പലർക്കും ലഭിച്ചിട്ടില്ല. ഇത് കിട്ടാതെ ഈ സർക്കാരിൻ്റെ ധനസഹായം പൂർണ്ണമായിട്ട് അവർക്ക് ലഭിക്കുകയില്ല. അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ദുരന്തത്തിന് ശേഷം ഇപ്പോൾ പുനരധിവാസം സംബന്ധിച്ച് അവിടെ നേരിടുന്നുണ്ട്, അവിടെ തുടരുന്നുണ്ട്. അതൊക്കെ കൊണ്ടാകാം കൂടുതൽ പേർ ഈ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടാത്ത സാഹചര്യത്തിലായിരിക്കാം സർക്കാരുമായിട്ടുള്ള ഈ ഒരു ധാരണയിൽ ഒപ്പിടാത്തതെന്നാണ് മനസ്സിലാവുന്നത്. അവ്യക്തതകൾ നീക്കേണ്ടതുണ്ട്. അതുപോലെ ഗുണഭോക്തൃ പട്ടികയിലെ അതിൽ ഉൾപ്പെടുത്തുന്ന ആളുകളെ സംബന്ധിച്ചുള്ള വ്യവസ്ഥകളിലും കുറെ കൂടി മാറ്റം വരുത്തേണ്ടതുണ്ട് തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് അവിടെ ഉയരുന്നത്. മാർച്ച് 27-ന് ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം തുടങ്ങുമെന്ന് മന്ത്രി പ്രഖ്യാപിക്കുമ്പോഴും അതിനു മുൻപ് പരിഹരിക്കേണ്ടതായ പ്രശ്നങ്ങൾ ഒട്ടനേകമുണ്ട് വയനാട്ടിൽ ഇപ്പോൾ. അനുമോദ് സൂചിപ്പിക്കുന്നത് പോലെ 1-2 വിഷയങ്ങളല്ല, നിരവധി പ്രതിസന്ധികൾ ആണ് ഇപ്പോൾ നേരിടുന്നത്. ഒരു ദുരന്തത്തെ അതിജീവിച്ചവർ ആണ്. അവരുടെ മാനസികാവസ്ഥ എത്ര കണ്ട് റിപ്പോർട്ട് ചെയ്താലും അത് പ്രേക്ഷകർക്ക് മനസ്സിലാകണമെന്നില്ല. അത്രമേൽ ഭീകരമായൊരു അവസ്ഥയാണ് അവർ നേരിട്ടത്. ആ ഭൂമിയിൽ തന്നെയാണ് അവർക്ക് താമസ സൗകര്യമൊക്കെ ഒരുക്കുന്നത്. അവരിൽ പലരും ഇപ്പോഴും മാനസികമായി ആ ആഘാതത്തിൽ നിന്ന് മോചിതരായിട്ട് പോലും ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കാനുള്ള നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തുടരുന്നുണ്ട്. നമ്മൾ ഒന്നാകെ അവരോടൊപ്പമാണ് എന്ന് പറയുമ്പോൾ പോലും അവരെ വിശ്വാസത്തിലെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെയാണ് അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. രാവിലെ തുടരുകയാണ്. ഇനി അല്പം രാഷ്ട്രീയ വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൽ തന്നെ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, BJP എല്ലാമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വാർത്തകൾ തുടരുന്ന പശ്ചാത്തലമാണുള്ളത്. കാരണം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കളം ഒക്കെ ഒരുക്കേണ്ട സമയം കൂടിയാണ്. അവിടെ മുന്നണിയെയും പാർട്ടിയെയും ഒക്കെ ഒരുമിപ്പിച്ച് നിർത്തുക എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് കടന്നിട്ടുണ്ട്. CPM ആകട്ടെ കഴിഞ്ഞ ദിവസമായിരുന്നു സംസ്ഥാന സമ്മേളനം പൂർത്തിയായത്. സമ്മേളനം ഐക്യത്തോടെ വലിയ വിവാദങ്ങളൊന്നുമില്ലാതെ പൂർത്തിയാക്കാൻ സാധിച്ചു. അങ്ങനെ ആ ഒരു ഐക്യം തെരഞ്ഞെടുപ്പിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും എന്ന പ്രതീക്ഷയിലാണ്. BJPക്ക് പുതിയ പ്രസിഡന്റ് ഉണ്ടാകുമോ എന്നത് വലിയ ചർച്ചയായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സുരേന്ദ്രൻ തുടർന്നേക്കുമെന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ ആണ്. ആദ്യം നമ്മൾ കോൺഗ്രസുമായി UDFുമായി ബന്ധപ്പെട്ട വാർത്ത പരിശോധിക്കുമ്പോൾ ഹൈക്കമാൻഡിൻ്റെ ഇടപെടലോടെ കോൺഗ്രസ് നേതൃനിരയിൽ ഉണ്ടായ ഐക്യം താഴെ തട്ടിലും ഉറപ്പുവരുത്തണമെന്ന് UDF ഘടകകക്ഷികൾ ആവശ്യപ്പെടുകയാണ്. കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഘടകകക്ഷി നേതാക്കൾ ഈ നിലപാട് അറിയിച്ചത്. ചർച്ചയിലെ വിശദാംശങ്ങൾ ഇന്ന് ഡൽഹിയിലെത്തുന്ന ദീപാദാസ് മുൻഷി കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ ധരിപ്പിക്കും. വിവാദങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കാൻ ഹൈക്കമാൻഡ് നേതൃത്വം സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഘടകകക്ഷി നേതാക്കളുമായും ഹൈക്കമാൻഡ് പ്രതിനിധി ചർച്ച നടത്തിയത്. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ 2 ദിവസങ്ങളിലായി നടന്ന കൂടിക്കാഴ്ചയിൽ കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഓരോ ഘടകകക്ഷി പ്രതിനിധികളുമായും പ്രത്യേകം കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. സ്ഥാനാർത്ഥി നിർണയം നേരത്തെ പൂർത്തിയാക്കണമെന്നും മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് സാധ്യതാ പട്ടികയിലുള്ള സ്ഥാനാർത്ഥികൾ പ്രവർത്തന രംഗത്ത് സജീവമാകണമെന്നും കക്ഷി നേതാക്കൾ നിലപാടറിയിച്ചു. മുന്നണിയുടെ പൊതു നിലപാടിന് വിരുദ്ധമായി മാധ്യമങ്ങളിലൂടെ പരസ്യ പ്രതികരണങ്ങൾ നടത്തി വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഹൈക്കമാൻഡിൻ്റെ ഇടപെടൽ ഉറപ്പുവരുത്തണമെന്നും ദീപാദാസ് മുൻഷിയോട് നേതാക്കൾ അഭിപ്രായപ്പെട്ടു. അനുകൂല രാഷ്ട്രീയ സാഹചര്യം അവസരമാക്കി മാറ്റാൻ നേതൃനിരയിലെ ഐക്യം സുപ്രധാനമാണെന്നും താഴെത്തട്ടിലും അത് ഉറപ്പുവരുത്തണമെന്നും ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ AICC ജനറൽ സെക്രട്ടറിയോട് വ്യക്തമാക്കി. കോൺഗ്രസ് പാർട്ടിയുടെ നേതാവുമായിട്ട് ദീപാദാസ് മുൻഷിയായിട്ട് നടത്തിയ ഡിസ്കഷൻ പാർട്ടിയിൽ വെക്കുക, പാർട്ടിയിൽ ചർച്ച ചെയ്യുക, അതുപോലുള്ള കാര്യങ്ങൾ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ കാര്യങ്ങളൊന്നും പറയില്ല. ഞാൻ ഈ കാര്യങ്ങൾ തങ്ങളായിട്ടും
അതുപോലെ പാർട്ടി ലീഡേഴ്സുമായിട്ടും ഡിസ്കസ് ചെയ്തിട്ട് അപ്പോൾ വല്ലതും പറയാനുണ്ടെങ്കിൽ പറയാം. തെരഞ്ഞെടുപ്പാണോ ഇതിന്റെ ഒരു ചർച്ചയുടെ? തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ഘടകകക്ഷികളുമായിട്ടും അവർ നടത്തുന്ന ചർച്ചയല്ലേ, തീർച്ചയായും പിന്നെ അത്തരം കാര്യങ്ങൾ തന്നെയാണല്ലോ. പക്ഷേ ചർച്ചയുടെ ഡീറ്റെയിൽസ് ഒന്നും ഫലപ്രദമായ കൂടിക്കാഴ്ചയായിരുന്നു. ഞങ്ങൾക്ക് ആവശ്യങ്ങളൊന്നുമില്ല, ഒറ്റ ആവശ്യമേ ഉള്ളൂ, അടുത്ത തവണ UDF അധികാരത്തിൽ വരണം. ഇന്ന് നിലവിലുള്ള ഗവൺമെന്റിനെതിരെ ശക്തമായ ജനരോഷം നിലനിൽക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അത് UDFന് അനുകൂലമായി പോസിറ്റീവായി വോട്ടായി മാറുന്ന സാഹചര്യം ഉണ്ടാകണം. അത് വെച്ചുകൊണ്ട് UDF അധികാരത്തിൽ വരണം. ഇതിനുവേണ്ടി ദീർഘനേരം നിങ്ങൾ കണ്ടതുപോലെ 1 മണിക്കൂറോളം ഞങ്ങൾ ആശയവിനിമയം നടത്തി. ഒരു RSP എന്ന പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം, പൊതുരാഷ്ട്രീയം എങ്ങനെ പോകണമെന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്തു. അതേസമയം ഘടകകക്ഷി നേതാക്കളുമായി ചർച്ചകൾ പൂർത്തിയാക്കി പുലർച്ചെ ഡൽഹിക്ക് മടങ്ങിയ ദീപദാസ് മുൻഷി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് നേതൃത്വത്തെ UDF കക്ഷി നേതാക്കൾ പങ്കുവച്ച ആശങ്കകൾ അറിയിക്കും. സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നാണ് സൂചന. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. പൊതുവെ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ഒക്കെ സ്വഭാവം എന്നത് അവരുടെ നിലപാടുകളും വിയോജിപ്പുകളും ഒക്കെ പരസ്യമായി പറയും എന്നുള്ളതാണ്. ആ പരസ്യമായ പ്രതികരണങ്ങൾ പലപ്പോഴായി കോൺഗ്രസിനെയും UDFിനെയും ഒക്കെ വിട്ടിലാക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഇടതുപക്ഷത്തേക്ക് വരുമ്പോൾ സാഹചര്യം വ്യത്യസ്തമാണ്. പ്രത്യേകിച്ച് CPIM ഒരു കേഡർ പാർട്ടി സംവിധാനമുള്ളതുകൊണ്ട് തന്നെ വിയോജിപ്പുകളും എതിർപ്പുകളും ഉണ്ടെങ്കിൽ പോലും അതങ്ങനെ പരസ്യമായി പറയാറില്ല. സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് പതാക താഴ്ന്നത് കഴിഞ്ഞ ദിവസം ആയിരുന്നു. എന്നാൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ചില നേതാക്കൾ എങ്കിലും അതൃപ്തി പരസ്യമാക്കി, മറ്റ് ചില നേതാക്കൾ പരോക്ഷമായി അതൃപ്തി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അതൃപ്തിയൊക്കെ നിലനിൽക്കുമ്പോഴും സംഘടനാ ഐക്യം ബലപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ആണ് കൂടുതലായി സംഘടനാ സംവിധാനത്തിൻ്റെ നേതൃനിരയിലേക്ക് എത്തിയത് എന്ന് പറയുമ്പോൾ പോലും അടുത്ത തെരഞ്ഞെടുപ്പിന് നേരിടാൻ അങ്ങനെ കെട്ടുറപ്പുള്ള ഒരു സംവിധാനമാണ് വേണ്ടത് എന്ന് നിരീക്ഷിക്കുന്നവർ ആണ് പാർട്ടിയിൽ അധികവും. അതിനിടെയായിരുന്നു പത്മകുമാർ. അദ്ദേഹത്തിന് സംസ്ഥാന സമിതിയിൽ ഇത്തവണ ഇടം ലഭിച്ചില്ല. മന്ത്രി വീണ ജോർജിനെ ക്ഷണിതാവായി ഉൾപ്പെടുത്തുകയും ചെയ്തു. അതിലായിരുന്നു പത്മകുമാർ പ്രതിഷേധം അറിയിച്ചത്. അങ്ങനെ പരസ്യ പ്രതികരണം നടത്തിയ പത്മകുമാറിനെതിരെ സംഘടനാ നടപടി ഉണ്ടാകുമോ എന്നത് ഇന്നറിയാം. ഇന്ന് CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ പത്മകുമാർ വിഷയം ചർച്ച ചെയ്യാകുന്ന സാഹചര്യമാണുള്ളത്. ജില്ലാ സെക്രട്ടറി നടത്തിയ അനുനയ ചർച്ചകളെ തുടർന്ന് പാർട്ടിക്ക് വിധേയപ്പെട്ട പത്മകുമാറിനെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ സൂചനകൾ. ജില്ലാ കമ്മിറ്റിയിൽ പത്മകുമാറും പങ്കെടുക്കുന്നുണ്ട്. അതേസമയം പാർട്ടി എന്ത് നടപടി സ്വീകരിച്ചാലും പാർട്ടിക്കൊപ്പം എന്ന നിലപാടിൽ ആണ് പത്മകുമാർ. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശശിനാരായണൻ ആണ് ചേരുന്നത്. ശശിനാരായണൻ, സംസ്ഥാന സമ്മേളനം പൂർത്തിയായതിന് തൊട്ടു പിന്നാലെ ചതിവ്, വഞ്ചന, തൻ്റെ 52 വർഷത്തെ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഫലം, ലാൽ സലാം എന്ന നിലയിൽ ഉള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പത്മകുമാറിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു. അതിൽ വ്യക്തമായിരുന്നു എല്ലാം. പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും വലിയ വിമർശനവും അതൃപ്തിയുമാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് രാജു എബ്രഹാം നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും അനുനയിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം, താൻ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന തിരുത്തും ഉണ്ടാകുന്നു. പക്ഷേ സംഘടനാ സംവിധാനം അനുസരിച്ച് ഇത്തരം പരസ്യമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അച്ചടക്ക നടപടിക്കുള്ള സാധ്യതയുണ്ട്. ആ നടപടി എത്രത്തോളം കടുത്തതാകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ശശിനാരായണൻ. അഭിലാഷ് പറഞ്ഞ പോലെ പത്മകുമാർ ഉയർത്തിയ വിമർശനങ്ങളും അതൃപ്തിയും ഒക്കെ ഇന്ന് ജില്ലാ കമ്മിറ്റി അടക്കം സ്വാഭാവികമായും ചർച്ചയാകും. ആ ചർച്ചയിൽ ഒരു കടുത്ത നടപടി ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിന് കാരണം കഴിഞ്ഞ 2 ദിവസമായി പത്മകുമാർ കടുത്ത നിലപാടായിരുന്നു. പാർട്ടി എന്ത് നടപടി സ്വീകരിച്ചാലും താൻ ഉയർത്തിയ വിമർശനങ്ങൾ ശരിയാണ് എന്നുള്ള നിലപാടിൽ നിൽക്കുകയായിരുന്നു. അതിനുശേഷമാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പത്മകുമാറിന്റെ വീട്ടിലെത്തി കാണുകയും അനുനയ ചർച്ചകൾ നടത്തുകയും ചെയ്ത് ആ ചർച്ചയുടെ ഫലമായിട്ടാണ് പിന്നീട് ഇന്നലെ അദ്ദേഹം ഈ നിലപാടിൽ നിന്നും അല്പം പിന്നോട്ട് പോവുകയും പാർട്ടിക്ക് വിധേയപ്പെടുകയും ചെയ്തു. എന്തായാലും പാർട്ടി എടുക്കുന്ന തീരുമാനം ഏതു തരത്തിലായാലും തനിക്കെതിരെ നടപടി ഉണ്ടായാലും അതെല്ലാം താൻ സ്വീകരിക്കും. ഒരു പാർട്ടി പ്രവർത്തകനായി ഒപ്പം നിൽക്കും എന്ന ഒരു കാര്യമാണ് ഇന്നലെ അദ്ദേഹം വ്യക്തമാക്കിയത്. തനിക്ക് തെറ്റുപറ്റിപ്പോയി, താൻ വികാരം കൊണ്ടാണ് അത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അത് പറയാൻ പാടില്ലായിരുന്നു. ഒരു സംഘടനാ പ്രവർത്തക നിലയ്ക്ക്, പാർട്ടിയെ അനുസരിക്കുന്ന ഒരു പ്രവർത്തക നിലയ്ക്ക് അത്തരം പരസ്യ പ്രസ്താവനകൾ നടത്താൻ പാടില്ലായിരുന്നു. അത് തന്റെ വീഴ്ചയാണ് എന്ന് ഇന്നലെ പത്മകുമാർ പറഞ്ഞു വെക്കുകയും ചെയ്തു. എന്തായാലും AK ബാലൻ അടക്കമുള്ള നേതാക്കൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെ ബന്ധപ്പെട്ടിരുന്നു. അതിന്റെ ഫലമായി ഒരു
പാർട്ടിക്ക് വിധേയപ്പെട്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ പത്മകുമാറിനുള്ളത്. അതുകൊണ്ട് തന്നെ പരസ്യ പ്രതികരണങ്ങളൊന്നും തന്നെ ഇന്നലെ ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹം പങ്കെടുക്കും. ജില്ലാ കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ചയാവും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം പ്രവർത്തകർക്കിടയിൽ അതൃപ്തിയുണ്ട്. പരസ്യമായി ഇത്തരത്തിൽ പാർട്ടിയെ നേതൃത്വത്തിനെതിരെയൊക്കെ ഈ പത്മകുമാർ രംഗത്ത് വന്നത് പാർട്ടിയിലെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും അതൃപ്തിയുണ്ട്, നേതൃത്വത്തിനും അതൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അദ്ദേഹം ഏറ്റുപറഞ്ഞ സാഹചര്യത്തിൽ കുറ്റം താൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും പുറകോട്ട് പോവുകയോ ഒപ്പം പാർട്ടിക്കൊപ്പം നിൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഒരുപക്ഷെ അടുത്ത നടപടികൾ ഉണ്ടാവില്ല, ഒരു താക്കീതായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ഉണ്ടാകുക. അതും എന്തായാലും ഈ സംസ്ഥാന നേതൃത്വത്തിന്റെ സാഹചര്യത്തിലായിരിക്കും ഇത് നടക്കുക. ഇന്ന് സംസ്ഥാന നേതൃത്വത്തിലുള്ള ആരെങ്കിലും കമ്മിറ്റിയിൽ പങ്കെടുക്കുക എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ തീരുമാനം ഒരുപക്ഷെ പിന്നീടായിരിക്കും ഉണ്ടാവുക. എന്തായാലും ഈ വിഷയം ജില്ലാ കമ്മിറ്റി ചർച്ചയുണ്ടാകും. ചർച്ചയ്ക്ക് ശേഷം ഒരു താക്കീതോ മറ്റു കാര്യങ്ങളോ ഈ പത്മകുമാറിനെതിരെ ഉണ്ടാവും എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഇന്ന് 10 മണിയോടുകൂടിയാണ് ജില്ലാ കമ്മിറ്റി നടക്കുക. ആ ജില്ലാ കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ചയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതേസമയം എന്ത് നടപടി സ്വീകരിച്ചാലും പാർട്ടിക്കൊപ്പം നിൽക്കുമെന്നുള്ള നിലപാടിലാണ് എ പത്മകുമാർ ഉള്ളത്. അഭിലാഷ്, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇന്ന് ചേരുന്നുണ്ട്. സാധാരണ നിലയിൽ പാർട്ടി വിടുക എന്ന കടുത്ത നിലപാടൊക്കെ സ്വീകരിക്കാൻ ഒരുക്കമാകുന്ന ഘട്ടത്തിൽ മാത്രമാണ് CPIM-ൽ നിന്ന് നേതാക്കൾ ഇത്തരത്തിൽ പ്രതികരണവുമായി രംഗത്ത് എത്താറുള്ളത്. അത് സംഘടനാപരമായി മറ്റു വിഷയങ്ങളിലൊക്കെ വിയോജിപ്പുകളൊക്കെ സാധാരണ നിലയിൽ നേതാക്കൾ അറിയിക്കാറുണ്ടെങ്കിലും സംഘടനയ്ക്കെതിരെ പരസ്യമായ പ്രതികരണത്തിന് CPIM-ൻ്റെ നേതാക്കൾ മുതിരാറില്ല. നേരത്തെയും പത്മകുമാർ ഇത്തരത്തിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഇത് കടുത്ത പ്രതികരണമായി പോയി. പിന്നീട് അത് തിരുത്തുന്ന സാഹചര്യവുമാണ് ഉള്ളത്. ഇനിയിപ്പോൾ BJP-യുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വാർത്തയിലേക്ക് വരുമ്പോൾ അവിടെ PC ജോർജ്, അദ്ദേഹം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി സഹകരിക്കുകയും മുന്നണിയുടെ ഭാഗമാവുകയും ഒക്കെ ചെയ്ത ഇടത് വലത് മുന്നണികളോടൊപ്പം ഒക്കെ ഭാഗമായിട്ടുള്ള നേതാവാണ്. എങ്കിലും ഇപ്പോൾ BJP-യിൽ ആണ് ഉള്ളത്. PC ജോർജ് പറയുന്ന പല കാര്യങ്ങളും വലിയ വിവാദമാവുകയും ഒക്കെ ചെയ്യുന്ന പശ്ചാത്തലമുണ്ട്. ഇപ്പോഴാകട്ടെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം PC ജോർജ് നടത്തി. അത് BJP-യുടെ പിന്തുണയോടെയാണ്, BJP-ക്ക് വേണ്ടിയാണോ PC ജോർജ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പോലും രാഷ്ട്രീയ കോണുകളിൽ സംശയമുണ്ടാകുന്നുണ്ട്. പക്ഷേ PC ജോർജിനെതിരെ ആ പരാമർശത്തിൽ കേസെടുക്കാൻ സാധിക്കുമോ? അതിൽ സർക്കാർ ആശയക്കുഴപ്പത്തിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. അത് സംബന്ധിച്ച് തീരുമാനം വൈകും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. യൂത്ത് ലീഗ് ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഹൈക്കോടതിയെ സമീപിക്കുകയാണെങ്കിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായൊരു നിലപാട് ഉണ്ടാകും. ആ നിലപാട് എന്ത് എന്നതിന് ശേഷം തുടർ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ നീക്കം. സർക്കാരിൻ്റെ രാഷ്ട്രീയ തീരുമാനം ഇതിൽ പ്രധാനപ്പെട്ടതായി മാറും. G. ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, നേരത്തെയും വിവിധ വിഷയങ്ങളിലടക്കം വാവിട്ട വാക്ക് വിനയായിട്ടുള്ളതാണ് PC ജോർജിന്. പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് പിന്നോട്ടില്ല. ഈ കോടതി നടപടി, പോലീസ് നടപടിയൊക്കെ നേരിട്ടിട്ട് ദിവസങ്ങൾ പോലും ആയിട്ടില്ല. അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജും സമാനമായ നിലപാട് ആവർത്തിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. പക്ഷേ കേസെടുക്കുമ്പോൾ അതിന് കൃത്യമായ വകുപ്പുകൾ ഉണ്ടാകണം, ചട്ടങ്ങൾ ഉണ്ടാകണം. നിയമത്തിനനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുമുള്ളൂ. ഇതിൽ ഏത് തരത്തിലുള്ള നീക്കത്തിനാണ് സാധ്യത? ജോർജിന്റെ കാര്യത്തിലുള്ള ഒരു ആശയക്കുഴപ്പം തുടരുന്നു പോലീസിന് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജോർജ് പറഞ്ഞ പരാമർശത്തിൽ നേരിട്ട് കേസെടുക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ടോ എന്ന സംശയം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു നിയമോപദേശത്തിലേക്ക് തേടുകയും ചെയ്യുന്നത്. അതിനിടെ യൂത്ത് ലീഗ് ഒരുപക്ഷെ ഹൈക്കോടതിയെ സമീപിച്ചേക്കും എന്ന സൂചനകൾ ഇന്നലെ പല ചർച്ചകളിലും അവർ പറയുകയും ചെയ്തതാണ്. അതായത് പോലീസ് നടപടിയെടുത്തില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നതാണ് യൂത്ത് ലീഗിന്റെ ഒരു നിലപാടായി ഇന്നലെ അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ പോവുകയും ലീഗ് ഹൈക്കോടതിയിൽ പോവുകയും അവിടെ നിന്ന് ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം പരിഗണിച്ചുകൊണ്ട് എന്താണ് നടപടി ഉണ്ടാകുക അതിനനുസരിച്ച് കേസെടുത്താൽ മതി എന്ന അഭിപ്രായം പോലീസിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കണ്ട് ഒരു വൈകിയൊരു തീരുമാനത്തിലേക്കായിരിക്കും പോലീസ് എത്താൻ സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലീഗിലടക്കം പല അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ PC ജോർജിനെതിരെ കേസെടുക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മാധ്യമ ശ്രദ്ധ അത് PC ജോർജിന് തന്നെ ഗുണമാകുന്നു എന്നൊരു ചർച്ച UDF-ൽ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു വശത്ത് ലീഗ് കേസിന് പോയാൽ അതങ്ങനെ, അതല്ലെങ്കിൽ തന്നെ മറ്റ് സംഘടനകളുണ്ട്, മുസ്ലിം സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഫ്രട്ടേണിറ്റിയും ഒപ്പം തന്നെ SDPയും ഒക്കെ പ്രതിഷേധവുമായി രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അവരുടെ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ തവണ ഉണ്ടായതാണ്. ആ പ്രതിഷേധങ്ങൾക്ക് വഴങ്ങി പെട്ടെന്നൊരു കേസിലേക്ക് പോകണോ എന്ന ഒരു ചിന്ത
മാത്രമേ പോലീസിനുള്ളൂ. അതല്ലെങ്കിൽ സർക്കാർ BJPയെ സഹായിക്കുന്നു എന്ന തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണവും നേരിടേണ്ടി വരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കേസ് എടുക്കുക എന്ന കാര്യത്തിൽ അന്തിമമായ ഒരു വ്യക്തത ഇപ്പോഴും പോലീസിൽ ഉണ്ടായിട്ടില്ല. നിയമപരമായി മാത്രമല്ല രാഷ്ട്രീയമായി കൂടി ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകൾ കൂടിയാണ് രാവിലെയിൽ പരിശോധിച്ചത്. ഇനി അന്താരാഷ്ട്ര വാർത്തകൾ കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. അന്താരാഷ്ട്ര വാർത്തകൾ തുടർച്ചയായി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ടോപ്പിക്കുകൾ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് റഷ്യ യുക്രൈൻ യുദ്ധം എന്നതാണ്. ഗാസ ഇസ്രയേൽ പ്രശ്നമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് ശേഷം ലോകം മുഴുവൻ അമേരിക്കയിലേക്ക് കാതോർക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുമുള്ളത്. അതിനിടയിലായിരുന്നു നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനിൽ നിന്ന് അപ്രതീക്ഷിതമായ ഒരു വാർത്തയുണ്ടാകുന്നത്. ബലൂജികൾ എന്നത് വർഷങ്ങളായി പാകിസ്ഥാനിലെ ഒരു വിമത വിഭാഗം ആയി തന്നെ കണക്കാക്കപ്പെടുന്ന ഒരു ഭൂപ്രദേശവും ജനങ്ങളുമാണ്. അവരുടെ ആവശ്യം അവർക്ക് അവരുടേതായ ഒരു ടെറിട്ടറി അല്ലെങ്കിൽ രാജ്യം വേണം എന്നുള്ളതാണ്. ആ പോരാട്ടത്തിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ ഒരു ട്രെയിൻ ഇവർ പിടിച്ചെടുത്തത്. ആ വാർത്തയിലേക്കടക്കം തിരികെ എത്താം. ഒരിടവേള കൂടി. രാവിലെയിൽ ഇനി നമ്മൾ അന്താരാഷ്ട്ര വാർത്തകൾ ആണ് വിശദമായി പരിശോധിക്കുന്നത്. അതിൽ തന്നെ പാകിസ്ഥാനിൽ ട്രെയിൻ തട്ടിയെടുത്ത് ബന്ദികളാക്കിയവരിൽ 104 പേരെ മോചിപ്പിച്ചു. 100-ലേറെ പേർ ബന്ദികളായി ഇപ്പോഴും തുടരുന്നതായാണ് വിവരം. 16 ഭീകരരെ വധിച്ചതായി പാക് സേന അറിയിക്കുകയും ചെയ്തു. ആക്രമണത്തിൽ 30-ൽ-അധികം സൈനികർ കൊല്ലപ്പെട്ടതായാണ് വിവരം. ബലൂചിസ്ഥാനിൽ സായുധ സംഘം ആണ് ജാഫർ എക്സ്പ്രസ് ട്രെയിൻ തട്ടിയെടുത്തത്. സംഭവത്തിൽ പാകിസ്ഥാൻ സർക്കാർ തടവിലാക്കിയ ബലൂച്ച് രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് വിമതർ മുന്നോട്ട് വന്നിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി അപർണ കുറുപ്പാണ് ചേരുന്നത്. അപർണ, ഇതിനോടകം തന്നെ 100-ലധികം പേരെ മോചിപ്പിച്ചു എന്നുള്ളതാണ്. ഏത് നിലയിൽ ആണ് ഈ മോചന നീക്കങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്? അഭിലാഷ്, ഇന്നലെ രാവിലെ 9 മണിക്കാണ് ഈ ജാഫർ എക്സ്പ്രസ് യാത്രക്കാരെ ബന്ദികളാക്കുന്ന ആ ഘട്ടത്തിലേക്ക് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കടക്കുന്നത്. ഇപ്പോൾ 24 മണിക്കൂർ കടക്കുമ്പോൾ പുറത്തു വരുന്ന വിവരമെന്ന് പറയുന്നത് 450-ഓളം യാത്രക്കാർ ജാഫർ എക്സ്പ്രസ്സിലുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് പോകുന്ന ട്രെയിനിൽ നിന്നാണ് യാത്രക്കാരെ ബന്ദികളാക്കിയത്. ഈ 450-ൽ 104 പേരെ മോചിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. 300-ലേറെ പേർ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വാദം പുറത്തിട്ട് വരുമ്പോൾ, എന്നാൽ കുറച്ച് ആൾക്കാരെ തട്ടി ബന്ദികളാക്കിക്കൊണ്ട് തന്നെ പർവ്വത നിരകളിലേക്ക് കടന്നിരിക്കുകയാണ് BLI, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നുള്ളൊരു സൂചനകളും വരുന്നു. ഇതിനകത്ത് പാകിസ്ഥാൻ സർക്കാർ വളരെ വ്യക്തമായിട്ട് ഇതിൽ എല്ലാ വിവരങ്ങളും ഈ നിമിഷം വരെ മുഴുവനായി പുറത്തുവിട്ടിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ 30ഓളം സൈനികർ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 16ഓളം വിഘടനവാദികൾ മിലിറ്റൻസും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതൊരു പർവ്വത മേഖലയാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാന്റെയും ഇറാന്റെയും അതിർത്തി മേഖലയാണ്. അതുകൊണ്ട് തന്നെ പാക് സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം മുന്നേറുക അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും അധികം വെല്ലുവിളിയായി നിൽക്കുന്ന ഒരു സാഹചര്യം. ഈ ഭൂപ്രകൃതി അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ഇത് സഹായകമാക്കി തന്നെയാണ് ഈ ട്രെയിൻ തട്ടിയെടുക്കൽ കൂടി നടന്നത്. ഇതൊരു തുരങ്കത്തിൻ്റെ അടുത്തെത്തുന്ന സമയത്ത് അതിൻ്റെ ഒരു ട്രക്ക് തകർക്കുക, 9 ബോഗികളാണ് ഉണ്ടായിരുന്നത്. ഒരു ട്രക്ക് തകർത്തുകൊണ്ട് ലോക്കോ പൈലറ്റിനെ വെടിവെച്ചു കൊന്നു. അതിനുശേഷമാണ് ഈ ട്രെയിൻ തട്ടിയെടുക്കുന്നത്. തുരങ്കത്തിനടുത്തെത്തുമ്പോഴാണ് ആ ഭൂപ്രകൃതി കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് എത്ര പേരെയാണ് ബന്ദികളാക്കിയിട്ടുള്ളത്, എന്താണ് സ്ഥിതി എന്ന് തിരിച്ചറിയാൻ പാകിസ്ഥാൻ സർക്കാരിന് കഴിഞ്ഞില്ല. സമയങ്ങൾ എടുത്തുകൊണ്ടാണ് പിന്നീട് രക്ഷാപ്രവർത്തനത്തിലേക്ക് കടന്നത്. അപ്പോഴും ഒരു കൃത്യമായിട്ട് BLI മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കം നടത്തുകയാണെങ്കിൽ ഞങ്ങളുടെ പക്കലുള്ള ബന്ദികളെ വധിക്കും എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ട് സൈന്യം ഈ വ്യോമാക്രമണം നടത്തി. ആ തരത്തിലാണ് ഈ 104 പേരെ മോചിപ്പിച്ചിരിക്കുന്നത്. ഈ എത്ര പേര് ബന്ദികളായിട്ടുള്ള ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ വരാത്തത്. ആ വിവരം പുറത്തുവിട്ടിട്ടില്ല. ഈ സൈനിക ആക്രമണത്തിന് തൊട്ടുപിറകെയായിട്ട് ജിയാൻഡ് ബലൂചിസ്ഥാൻ BLIയുടെ നേതാവ് പറഞ്ഞിരിക്കുന്നത് 10ഓളം ബന്ദികളെ ഉടനടി വധിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് വന്നിട്ടും സമയമായിട്ടുണ്ട്. ആ തരത്തിൽ ബന്ദികളെ വധിച്ചിട്ടുണ്ടോ, അങ്ങനെ ഒരു താക്കീത് പാകിസ്ഥാൻ സർക്കാർ നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഇതുവരെ പാകിസ്ഥാൻ സർക്കാർ സ്ഥിരീകരിച്ചിട്ടില്ല.
എമർജൻസി ഡെസ്കുകൾ രാജ്യമൊട്ടാകെ സജ്ജീകരിക്കുകയാണ്. ഇവരുടെ ബന്ദികളാക്കിയ യാത്രക്കാരുടെ ബന്ധുക്കൾക്ക് വിവരങ്ങൾ അറിയാനായിട്ട് 300-നടുത്ത ആൾക്കാർ, ഇപ്പം 450 എന്ന് പറയുമ്പോൾ 300ഓളം ആൾക്കാർ സേഫാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ വിവരങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടില്ല. അതായത് 104 പേരെ മോചിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും എത്ര പേർ, ആരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടോ, എത്ര ബാക്കിയുള്ളവർ എവിടെയാണ്, അല്ലാത്തവർ ഈ ട്രെയിനകത്ത് തന്നെയാണ്, ട്രെയിനടക്കം നശിപ്പിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പൊക്കെ ഒരു വശത്തു നിന്നുണ്ട്. അത് സംഭവിക്കുന്നുണ്ടോ എന്ന കാര്യത്തിലൊക്കെ പൂർണ്ണമായിട്ട് വിവരങ്ങൾ വരാനുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബലൂചിസ്ഥാൻ BLIക്ക് വേണ്ടി അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ എന്ന ആവശ്യത്തിന് വേണ്ടി പോരാടിയ പാകിസ്ഥാൻ സൈന്യം ജയിലിലാക്കിയിരിക്കുന്നവരെ വിട്ടയക്കണം എന്നുള്ള ആവശ്യമായിരുന്നു പ്രധാനമായിട്ടും BLI ഇങ്ങനൊരു യാത്രക്കാരെ ബന്ദികളാക്കിയപ്പോൾ ഉന്നയിച്ചത്. ബലൂച്ച് ലിബറേഷൻ ആർമി തട്ടിയെടുത്തിട്ട് ഏതാണ്ട് 24 മണിക്കൂർ ആവുകയാണ്. ഈ ട്രെയിൻ റാഞ്ചിയിട്ട് ഇപ്പോഴും ആളുകളെ മോചിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നുള്ളതാണ്. അപർണ കുറുപ്പാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി യുക്രൈൻ റഷ്യ യുദ്ധവുമായി ബന്ധപ്പെട്ട് വെടിനിർത്തലിനുള്ള സാധ്യത തെളിയുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. അമേരിക്ക മുന്നോട്ട് വെച്ച 30 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം യുക്രൈൻ അംഗീകരിച്ചതായാണ് കീവ് വ്യക്തമാക്കിയിട്ടുള്ളത്. യുക്രൈന് അമേരിക്ക നൽകി വന്നിരുന്ന സാമ്പത്തിക സഹായം ഇതോടെ അമേരിക്ക പുനഃസ്ഥാപിക്കുകയും ചെയ്യും. അതേസമയം റഷ്യ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. രഞ്ജിത്ത് രാമചന്ദ്രൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, സൈനിക സഹായമടക്കം നിർത്തിക്കൊണ്ട് കടുത്ത സമ്മർദ്ദമായിരുന്നു ട്രംപ് സെലൻസ്കിയുടെ മേൽ പ്രയോഗിച്ചത്. അതുകൂടി ഫലം കാണുന്നു എന്നാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും സൗദി അറേബ്യയിലാണ് അഭിലാഷ് ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ ചർച്ചകൾ നടന്നത്. അതിൽ നമുക്കറിയാം 3 വർഷമായി റഷ്യ യുക്രൈൻ യുദ്ധം തുടരുകയാണ്. കനത്ത ആൾനാശവും മറ്റുമുണ്ടായ നിരവധി പശ്ചാത്തലങ്ങൾ ഒരുങ്ങിയിരുന്നു. ഇതിനൊക്കെ ഒരു അന്ത്യം കുറിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് അധികാരമേറെ മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇപ്പോൾ 30 ദിവസത്തെ കരാർ, വെടിനിർത്തൽ കരാർ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചു ചർച്ചയിൽ. ഇതിൽ വെടിനിർത്തൽ തയ്യാറാണെന്ന് യുക്രൈൻ അറിയിക്കുകയും സന്നദ്ധ അറിയിക്കുകയും ചെയ്ത പശ്ചാത്തലമാണ് ഏറ്റവും നിർണായകമായി ഉള്ളത്. സൗദി അറേബ്യയിൽ US-ഉം യുക്രൈൻ ഉദ്യോഗസ്ഥരും ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. 8 മണിക്കൂറോളം ഈ ചർച്ച നീണ്ടുനിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീരുമാനത്തിൽ റഷ്യ ഇതുവരെ പ്രതികരിക്കാത്തതാണ് അല്പം ആശങ്ക ഉണ്ടാക്കുന്നത്. പക്ഷേ അമേരിക്കൻ തീരുമാനത്തിലേക്ക് അത് അംഗീകരിക്കാൻ റഷ്യ തയ്യാറാകുമെന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. റഷ്യ കൂടി അംഗീകരിച്ചാൽ താൽക്കാലിക വെടിനിർത്തൽ അംഗീകരിച്ച് നീട്ടും. ഒപ്പം തടവുകാരുടെ കൈമാറ്റം, സിവിലിയൻ തടവുകാരുടെ മോചനം, പലായനം ചെയ്യപ്പെട്ടവരുടെ മടങ്ങിവരവ്, യുക്രൈൻ കുട്ടികൾ, നിരവധി ആളുകൾ അവരുടെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു ധാരണ എത്തി എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ പങ്കാളിത്തം ഈ ചർച്ചകളിൽ ഉറപ്പാക്കണം എന്ന് ആദ്യം തന്നെ യുക്രൈൻ ആവശ്യപ്പെട്ടിരുന്നു. അത് റഷ്യ സമ്മതിക്കുകയും ചെയ്ത പശ്ചാത്തലം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഓവൽ ഓഫീസിൽ ട്രംപും സെലൻസ്കിയും തമ്മിൽ നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ നടന്ന വലിയ വാഗ്വാദവും മറ്റും, അവിടെ യുക്രൈനുള്ള യുദ്ധ ഇന്റലിജൻസ് പിന്തുണ അമേരിക്ക പിൻവലിച്ച പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ഇത് ഉടൻ പുനഃസ്ഥാപിക്കും എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിന് പകരമായി യുക്രൈനിലെ ഖനന മേഖലയിലെ കരാർ US നൽകും എന്ന് യുക്രൈൻ അറിയിച്ചിട്ടുണ്ട്. ഇത് റഷ്യയുടെ ആ ഭാഗത്തെ അധിനിവേശത്തെ ചെറുക്കും എന്നുള്ള വിലയിരുത്തലിലാണ് യുക്രൈൻ ഉള്ളത്. യുക്രൈനെ പ്രതികരിച്ച് ചീഫ് ഓഫ് സ്റ്റാഫ് ആൻഡ്രി യെർമാക്കാണ് ചർച്ചയിൽ പങ്കെടുത്തത്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വോൾസ് എന്നിവരുടെ സംഘം ചർച്ചയുടെ ഭാഗമായിരുന്നു. ഈ രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറുന്നതടക്കം അമേരിക്ക നിർത്തിവെച്ച പശ്ചാത്തലം ഉണ്ടായിരുന്നു യുക്രൈന്. ഇത് പുനഃസ്ഥാപിക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിലാണ് മറ്റു ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. യുക്രൈനും റഷ്യയും തമ്മിലുള്ള പോരാട്ടം കഴിഞ്ഞ ദിവസങ്ങളിൽ കടുപ്പിച്ചു എന്നുള്ളതാണ്. ഏതാണ്ട് 300ഓളം ഡ്രോണുകൾ റഷ്യയിലേക്ക് യുക്രൈൻ അയച്ചു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. സ്ഥിരീകരണമായിട്ടില്ല. പക്ഷേ ഒരുപക്ഷെ ഏറ്റവും വലിയ ആക്രമണമാണ് റഷ്യക്ക് നേരെ യുക്രൈൻ കഴിഞ്ഞ ദിവസം നടത്തുന്നതെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന്, ഈ റഷ്യ ഡ്രോണും മിസൈലുമായി ബന്ധപ്പെട്ട് കനത്ത നാശം യുക്രൈനിൽ വരുത്തിവെച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ ചർച്ചകൾ ഫലപ്രദമായി നീളുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി മുന്നോട്ട് വരുന്ന പശ്ചാത്തലമാണ് ഉണ്ട്. ഇത് ഫലപ്രദമായാൽ ഒരുപക്ഷെ 3 വർഷമായി തുടരുന്ന യുദ്ധത്തിന് ഒരു അന്ത്യം സംഭവിച്ചേക്കാം. അത് ആ മേഖലയിൽ സമാധാനത്തിനുള്ള വഴിതെളിക്കും. ഒപ്പം അമേരിക്കയുടെ നീക്കങ്ങൾക്ക് വിജയം കണ്ടെത്തും എന്നുള്ള വ്യാഖ്യാനം പൊതുവെ എത്തുകയും ചെയ്തു. ഏതായാലും സെലൻസ്കി കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ക്ഷമാപണമൊക്കെ നടത്തിയിരുന്നു. വൈറ്റ് ഹൗസിൽ നടന്ന തർക്കങ്ങളുമായി ബന്ധപ്പെട്ട്. ഇതിൻ്റെയൊക്കെ പരിണിത ഫലമായി തന്നെ വേണം ഇപ്പോഴത്തെ കരാറിനെ കാണാൻ. അഭിലാഷ്, 3 വർഷമായി തുടരുന്ന യുദ്ധം, വലിയ സൈനിക സംവിധാനങ്ങളുള്ള റഷ്യ ഒരാഴ്ച കൊണ്ട്
ഞങ്ങൾ യുക്രൈനെ കീഴടക്കും എന്നുള്ളതായിരുന്നു അന്ന് റഷ്യൻ പ്രസിഡന്റിന്റെ അവകാശവാദം. പക്ഷേ ആ യുദ്ധം 3 വർഷം പിന്നിടുകയാണ് എന്നുള്ളതാണ്. അതിനിടെയാണ് ഈ സമാധാന സാധ്യത തെളിയുന്നത്. ഇതിനിടെ കാനഡയുമായുള്ള താരിഫ് യുദ്ധത്തിലും നിർണായകമായ ഒരു നീക്കം ഉണ്ടായിട്ടുണ്ട്. 25% ഇലക്ട്രിസിറ്റി സർചാർജ് പിൻവലിക്കാം എന്ന കാനഡ നിലപാട് എടുത്തതോടെ താരിഫ് ഇരട്ടിയാക്കാനുള്ള തീരുമാനം അമേരിക്കയും പുനഃപരിശോധിച്ചേക്കും എന്നതാണത്. കാനഡയിൽ നിന്നുള്ള എല്ലാ സ്റ്റീൽ, അലൂമിനിയം ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതിക്ക് ഇന്നു മുതൽ 50% താരിഫ് ചുമത്താനായിരുന്നു അമേരിക്കയുടെ തീരുമാനം. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുകയും ചെയ്തിരുന്നു. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു സർചാർജ് പിൻവലിക്കാനുള്ള കാനഡയുടെ തീരുമാനം. ഇനി ഇന്നിത് സംഭവിക്കും പരിശോധിക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. രാവിലെ ഡൽഹിയിൽ കേരള ഹൗസിൽ ആണ് കൂടിക്കാഴ്ചയിൽ ഗവർണറും പങ്കെടുത്തേക്കും. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി, മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ സംസ്ഥാനം ആവശ്യപ്പെട്ട കേന്ദ്ര സഹായം, വിഴിഞ്ഞം പദ്ധതി തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ചയാണ്. ആശാവർക്കർമാരുടെ സമരം 31ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആശമാരുടെ ഇൻസെന്റീവിലെ ധനസഹായം വർദ്ധിപ്പിക്കുമെന്ന കേന്ദ്ര പ്രഖ്യാപനം ഉണ്ടായത് കഴിഞ്ഞ ദിവസം ആണ്. പ്രഖ്യാപനത്തിൽ വ്യക്തതയില്ല എന്നാണ് സമരസമിതി പറയുന്നത്. അതുണ്ടാകാത്ത പക്ഷം 17-ലെ സെക്രട്ടേറിയറ്റ് ഉപരോധവുമായി മുന്നോട്ട് പോകുമെന്നും സമരസമിതി അറിയിച്ചു. CPIഎമ്മിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇന്നാണ് ചേരുന്നത്. പരസ്യപ്രതികരണത്തിൽ എ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടായേക്കും. നിർണായക യോഗത്തിൽ പത്മകുമാറും പങ്കെടുക്കും. പരസ്യപ്രതികരണത്തിൽ കടുത്ത നടപടികൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് സൂചന. ഗുരു ഗാന്ധിജി ചരിത്ര സംഗമം ആണ്. ശതാബ്ദി ആഘോഷം ഇന്ന് ശിവഗിരിയിൽ ആണ് നടക്കുക. രാവിലെ സന്യാസിമാരും ഭക്തജനങ്ങളും പങ്കെടുക്കുന്ന സമൂഹ പ്രാർത്ഥനയോടെയാണ് ചടങ്ങിന് തുടക്കമാവുക. ഗുരുദേവ ഗാന്ധിജി സമാഗമം നടന്ന വനജാക്ഷി മന്ദിരം ശതാബ്ദി സ്മാരക മ്യൂസിയമായി സമർപ്പിക്കും. മഹാത്മാഗാന്ധിയുടെ പ്രപൗത്രൻ തുഷാർ ഗാന്ധിയാണ് ചടങ്ങ് നിർവഹിക്കുക. ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് തലസ്ഥാന നഗരത്തിൽ മദ്യത്തിന് നിയന്ത്രണമുണ്ട്. ഇന്ന് വൈകിട്ട് 6 മുതൽ നാളെ വൈകിട്ട് 6 മണി വരെയാണ് ഡ്രൈ ഡേ. പരിശോധനകൾ പോലീസ് കർശനമാക്കിയിട്ടുണ്ട്. നാളെയാണ് ആറ്റുകാൽ പൊങ്കാല. ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ മകം തൊഴൽ ഇന്നാണ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9:30 വരെയാണ് ദർശന സമയം. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 800-ലധികം പോലീസുകാരെ ഇത്തവണ നിയോഗിച്ചിട്ടുണ്ട്. KSUവിന്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ജാഥ തുടരുകയാണ്. ലഹരി മാഫിയയ്ക്കെതിരെ വിദ്യാർത്ഥി മുന്നേറ്റം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ക്യാമ്പസുകളിലൂടെയുള്ള ജാഥ. കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര മാർച്ച് 19-ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ക്യാമ്പസിൽ സമാപിക്കും. ഇനി നമ്മൾ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് ആണ്. അതിൽ തന്നെ കണ്ണൂർ മൊകേരി സ്വദേശികളായ ഷിജിൽ ആദർശ ദമ്പതികളുടെ മകൾ ആലൈനയുടെ 2ാം പിറന്നാൾ ആണ് ഇന്ന്. അലൈനയ്ക്ക് പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു. ന്യൂസ് 18-ന്റെയും പിറന്നാൾ ആശംസകൾ. സ്മിത ശൈലേന്ദ്രൻ ദമ്പതികളുടെ മകൾ മീനു എന്ന് വിളിക്കുന്ന നന്ദനയുടെ പിറന്നാൾ ആണ് ഇന്ന്. നന്ദനയ്ക്കും എല്ലാവിധ ആശംസകളും. 1ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഇക്വാനിന് ഉപ്പ ഷംസി ബർത്ത്ഡേ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. ഷംസിയുടെ ആശംസകൾക്കൊപ്പം ഞങ്ങളുടെയും ആശംസകൾ. പത്തനംതിട്ട സ്വദേശി ആതിര അനിൽകുമാറിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ആശംസകൾ അറിയിക്കുകയാണ് കുടുംബാംഗങ്ങൾ. ഒപ്പം ന്യൂസ് 18.
മറ്റു വാർത്തകളിലേക്ക്. പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയും സായിഗ്രാം ഡയറക്ടറുമായ KN ആനന്ദ് കുമാർ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ ആശുപത്രിയിൽ തുടരുകയാണ്. കസ്റ്റഡിയിൽ എടുക്കുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയതിന് പിന്നാലെ ആയിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ആനന്ദ് കുമാറിനെ കസ്റ്റഡിയിൽ എടുത്തത്. ആരോഗ്യനില പൂർവ്വസ്ഥിതിയിൽ എത്തിയാൽ ആനന്ദ് കുമാറിനെ ആലപ്പുഴയിലും കൊച്ചിയിലും എത്തിച്ച ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യും. ആശാവർക്കർമാരുടെ വേതനത്തെ ചൊല്ലി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള വടംവലി തുടരുകയാണ്. നൽകേണ്ടതെല്ലാം നൽകി എന്നും യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് സംസ്ഥാനം കേന്ദ്രത്തിന് കൊടുക്കുന്നില്ല എന്നുമാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ചോദ്യം. ബ്രാൻഡിങ്ങിൻ്റെ പേരിൽ തടഞ്ഞുവെച്ച കഴിഞ്ഞ വർഷത്തെ ക്യാഷ് ഗ്രാൻഡിൽ ₹1 പോലും കിട്ടിയിട്ടില്ല എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത്. എല്ലാം കൊടുത്തെന്ന് കേന്ദ്രം, ഒന്നും കിട്ടിയില്ലെന്ന് സംസ്ഥാനം. ആശമാരെ ചൊല്ലി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തർക്കം മുറുകുകയാണ്. അവസാനമില്ലാതെ സമരവും. പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞ കാര്യം സമരപ്പന്തലിലെത്തി സുരേഷ് ഗോപി സമരക്കാരെ അറിയിച്ചു. യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് സംസ്ഥാനത്തോട് സുരേഷ് ഗോപിയുടെ ചോദ്യം. കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നത് അവസാനിച്ചു. ഇനി അത് തെറ്റാണെന്നുണ്ടെങ്കിൽ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അവിടെ രേഖപ്പെടുത്തി തെളിയിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ തരും. യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല? കേന്ദ്രം പറയുന്നതെല്ലാം കള്ളമെന്നാണ് സംസ്ഥാനത്തിന്റെ വാദം. യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് നേരത്തെ നൽകി. 2025 വരെയുള്ള ഫിനാൻഷ്യൽ മോണിറ്ററിംഗ് സർട്ടിഫിക്കറ്റും അയച്ചു കൊടുത്തു. ഇത് സംബന്ധിച്ച രേഖകളും ആരോഗ്യമന്ത്രി സഭയിൽ വച്ചു. കേരളത്തിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ആണ് സർ. 2025 ഫെബ്രുവരി വരെയുള്ള മുഴുവൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും അതുപോലെ ഫണ്ട് ലൊക്കേഷൻ സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും അയച്ചിട്ടുണ്ട് സർ. അതിന്റെ ഡോക്യുമെന്റും ഉണ്ട് സർ. അപ്പോൾ ഈ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റിൽ സെൻട്രൽ ഷെയർ സർ ഇതിൽ നില്ലാണ് കാണിച്ചിരിക്കുന്നത്. ഇത് കേന്ദ്രത്തിന് അയച്ചു കൊടുത്തിട്ടുള്ളതാണ്. ആശമാരുടെ ഇൻസെന്റീവ് ഉൾപ്പെടെ 636 കോടി കേന്ദ്രം തരാനുണ്ടെന്നാണ് സംസ്ഥാനം പറയുന്നത്. തന്നതിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെങ്കിൽ അടുത്ത ഗഡു ഇല്ലെന്ന് കേന്ദ്ര സർക്കാരും മുന്നറിയിപ്പ് നൽകുന്നു. ഇനി പ്രതീക്ഷ കേന്ദ്രത്തിലെന്ന് സമരക്കാരും പറയുന്നു. കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവർ കണക്ക് കൊടുക്കണം. ഇവർ കണക്കൊണ്ട് കൊടുക്കട്ടെ. ഇവരെന്തൊക്കെ ഇപ്പൊ പറയുന്നത് കൊണ്ടൊന്ന് കണക്ക് കൊടുക്കട്ടെ. ഞങ്ങൾ പാവങ്ങളല്ലേ, കാണുന്നില്ല ഈ കിടന്ന് ഈ പെരുമഴത്തല്ലേ ഞങ്ങളെ ഇറക്കി വിട്ടത്. നാളെ ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായി സമരക്കാരുടെ പ്രതിഷേധ പൊങ്കാലയുണ്ടാകും. സുരേഷ് ഗോപിയും സമരക്കാർക്ക് പിന്തുണയുമായി എത്തും. തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാനും തീരുമാനമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാനെ 2ാം ഘട്ട തെളിവെടുപ്പിന് ശേഷം ഇന്ന് ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കും. അച്ഛൻ്റെ സഹോദരൻ അബ്ദുൽ ലത്തീഫ്, ഭാര്യ സാജിദ ബീവി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്നലെയാണ് കിളിമാനൂർ പോലീസ് അഫാനുമായി തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. ഒരു കുറ്റബോധവും ഇല്ലാതെയാണ് പോലീസിനോട് പ്രതി കൊലപാതകം വിവരിച്ചത്. വീടിനോട് ചേർന്നുള്ള പറമ്പിൽ എറിഞ്ഞ ലത്തീഫിൻ്റെ ഫോണും വീടിൻ്റെ താക്കോലും തെളിവെടുപ്പിനിടെ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. ഇന്ന് ജയിലിൽ എത്തിക്കുന്ന അഫാനെ സുഹൃത്ത് ഫർസാന, അനിയൻ അഫ്സാൻ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ഇതിനായി നാളെ നെടുമങ്ങാട് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. CPIM നേതാവും മുൻ മന്ത്രിയുമായി G. സുധാകരൻ ഇന്ന് KPCC വേദിയിൽ എത്തും. ഗാന്ധിജി ശിവഗിരിയിൽ എത്തി ശ്രീനാരായണ ഗുരുവിനെ കണ്ടതിൻ്റെ ശതാബ്ദി ആഘോഷ പരിപാടിയിൽ ആണ് G. സുധാകരൻ പങ്കെടുക്കുന്നത്. മുൻ മന്ത്രിയും CPI നേതാവുമായ C. ദിവാകരനും പരിപാടിയിൽ പങ്കെടുക്കും. യുഗപുരുഷന്മാരുടെ സംഗമ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിക്കും. തിരുവനന്തപുരത്ത് സത്യൻ സ്മാരക ഹാളിൽ വൈകിട്ടാണ് പരിപാടി. പ്രധാനമന്ത്രിയുടെ 2 ദിവസത്തെ മൗറീഷ്യസിലെ സന്ദർശനം തുടരുകയാണ്. ഇന്ന് 57ാമത് മൗറീഷ്യസ് ദേശീയ ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായാണ് നരേന്ദ്രമോദി പങ്കെടുക്കുന്നത്. രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അർഹനായതായി മൗറീഷ്യസ് പ്രധാനമന്ത്രി ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആണ് മോദി. The Grand Commander of the Order of the Star and Key of the Indian Oceans. മൗറീഷ്യസ് സർക്കാരിന്റെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ
മോദിക്ക് ലഭിക്കുന്ന 21ാമത്തെ അന്താരാഷ്ട്ര അവാർഡ് കൂടിയാണിത്. മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ രാംഗുലാമാണ് പ്രഖ്യാപനം നടത്തിയത്. മൗറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിൽ 2ാം തവണയാണ് മുഖ്യാതിഥിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത്. ഇതിൽ അഭിമാനം കൊള്ളുന്നതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മിച്ച സിവിൽ സർവീസ് കോളേജ്, ഏരിയ ഹെൽത്ത് സെന്റർ എന്നിവയുൾപ്പെടെ 20ലധികം പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. അടിസ്ഥാന സൗകര്യ വികസനം, ആരോഗ്യ സംരക്ഷണം, കമ്മ്യൂണിറ്റി പരിപാടികൾ എന്നിവ ഉൾപ്പെടെയുള്ള പദ്ധതികളുമായി മൗറീഷ്യസിന്റെ വികസനത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ് ഈ സംരംഭങ്ങൾ പ്രതിഫലിക്കുന്നത്. സ്റ്റേറ്റ് ഹൌസിൽ മൗറീഷ്യസ് പ്രസിഡന്റ് ധരംബീർ ഗോകുലിനെയും പ്രഥമ വനിത ബൃന്ദ ഗോകുലിനെയും കണ്ട പ്രധാനമന്ത്രി ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡുകൾ കൈമാറി. ഇന്ത്യയും മൗറീഷ്യസും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ബൃന്ദ ഗോകുലിന് ബനാറസ് സാരി സമ്മാനിക്കുകയും ചെയ്തു. മൗറീഷ്യസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. ഇന്ത്യൻ സമൂഹവും സ്വീകരിക്കാനെത്തി. സ്വീകരണത്തിന്റെ ഭാഗമായി കഥക്, ഭരതനാട്യം, കുച്ചിപ്പൊടി എന്നിവ സംയോജിപ്പിച്ചുള്ള നൃത്തരൂപവും അവതരിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സിനിമാ മേഖലയിൽ നിന്ന് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഇപ്പോൾ ആസിഫ് അലി നായകനായിട്ടുള്ള രേഖാചിത്രം എന്ന സിനിമ സോഷ്യൽ മീഡിയയിലെല്ലാം വലിയ ചർച്ചയാണ്. സിനിമയിലെ ഡീറ്റെയിലിങ്ങിനും AI വേർഷനുമെല്ലാം നിറകയ്യടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിലെ മമ്മൂട്ടിയുടെ AI വേർഷൻ ആയിരുന്നു പ്രേക്ഷകരെ ഏറെ അത്ഭുതപ്പെടുത്തിയത്. മമ്മൂട്ടിയുടെ ബോഡി ഡബിളായി വേഷം ഇട്ടത് പെരുമ്പാവൂർകാരൻ ടിങ്കിൾ സൂരിയാണ്. അദ്ദേഹം ന്യൂസ് 18നോട് വിശേഷങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. രേഖാചിത്രം കണ്ടവരാരും മമ്മൂട്ടി ചേട്ടനെ മറക്കാനിടയില്ല. മമ്മൂട്ടിയുടെ പഴയ കാലം അത് AI ആയിരുന്നു എന്നാണ് എല്ലാവരും ധരിച്ചിരുന്നത്. പക്ഷേ ഈ അടുത്തിടയ്ക്കാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ആ രഹസ്യം പുറത്തുവിട്ടത്. മമ്മൂട്ടിയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ച ട്വിങ്കിൾ സൂര്യ എന്ന ഒരു നടനെ കുറിച്ച്. ഇപ്പോൾ നമ്മളോടൊപ്പം ട്വിങ്കിൾ സൂര്യ തന്നെയുണ്ട്. ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. പെരുമ്പാവൂർ സ്വദേശിയാണ്, എറണാകുളംകാരൻ തന്നെയാണ്. ശരിക്കും ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചു കേട്ടോ. ആ സിനിമ ഒരു AI ആണ്, മമ്മൂട്ടിയുടെ പഴയകാലം AI ആണെന്നാണ് നമ്മൾ ധരിച്ചിരുന്നത്. പക്ഷെ ഇതിനിടയ്ക്കാണ് അറിയുന്നത് അത് മമ്മൂട്ടിയുടെ മുഖം മാത്രമാണ് AI ആക്കിയിട്ടുള്ളത്. പക്ഷെ അതിന്റെ കഥാപാത്രമായി വന്നത് ട്വിങ്കിൾ സൂര്യയാണെന്ന്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത്? ഞാനിത് ഇൻസ്റ്റാഗ്രാം വീഡിയോസ് വഴിയാണ് വന്നത്, സിനിമയിലേക്ക് വന്നത്. ഇൻസ്റ്റാഗ്രാം വീഡിയോസ് നമ്മുടെ സുഹൃത്ത് വഴി മറ്റേ ജോഫിൻ സാർ അറിയും, അങ്ങനെ വിളിച്ച് സിനിമയിലേക്ക് വരികയത്. ഈ മമ്മൂട്ടിനെ പോലെ ഉണ്ടെന്നത് റീൽസ് മാത്രം കണ്ടിട്ടാണോ ആൾക്കാര് ഇങ്ങനെ? അതെ, റീൽസിന് മാത്രമേ ഞാൻ അങ്ങനെ ഒരു ഇതിലുള്ളൂ. കാരണം ഞാൻ റിയൽ ലൈഫിലൊന്നും അങ്ങനെയൊന്നും കൊണ്ടുനടക്കാറില്ല. പിന്നെ മുടിയൊക്കെ നമ്മൾ ചെറുതിലെ തൊട്ട് ഇങ്ങനെ തന്നെ ചെയ്താറ്. അതിലൊരു വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ ഇതുവരെയും ആരോട് പറഞ്ഞിട്ടില്ല. പുറത്തിറങ്ങി നടക്കുമ്പോൾ നിങ്ങൾ മമ്മൂക്ക പോലെ ഉണ്ട്, മമ്മൂട്ടി സാറ് പോലെ ഉണ്ടെന്ന് ആരും ഇത് പറഞ്ഞിട്ടില്ല. അത് റീൽസിൽ മാത്രമേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. ഈ സിനിമയിലേക്ക് അവസരം വന്നപ്പോൾ പറഞ്ഞിരുന്നില്ലേ മമ്മൂട്ടിയുടെ ഒരു ചെറുപ്പകാലമായിട്ട് അഭിനയിക്കാനാണ്? ആ സമയത്ത് എന്തായിരുന്നു തോന്നിയത്? ശരിക്കും പറഞ്ഞ ഒരു അത്ഭുതം തന്നെയായിരുന്നു. കാരണം ഞാൻ അത് അത്ഭുതത്തോടു കൂടി തന്നെയല്ല, പേടിയായിരുന്നു ശരിക്കും. ആദ്യം ഇത് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ ഈ സ്റ്റേജ് ഷോകളും കാര്യങ്ങളൊന്നും ഞാൻ പൊതുവെ ചെയ്യാറില്ല. കാരണം എന്റെ ശരീരം അത്ര ആപ്റ്റ് ആയിരുന്നില്ല. കാരണം അദ്ദേഹത്തെ പോലെ നടക്കാനോ അദ്ദേഹത്തെ പോലത്തെ ഒരു ശരീരം ഉള്ള ഒരാളായിരുന്നില്ല ഞാൻ. പിന്നെ അതുകൊണ്ട് തന്നെ നല്ല പേടിയായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു ഇത് കണ്ടപ്പോൾ. ഇത് എന്നെ വിളിച്ചപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു. ഇതിനു വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? ഈ നടത്തത്തിലും ആ കൈ വെക്കുന്നതിലും എല്ലാത്തിലും ഒക്കെ ഒരു മമ്മൂട്ടി ടച്ച് വേണമല്ലോ. അതെ, തീർച്ചയായും. അപ്പൊ ഞാനതിനകത്ത് ഒരുപാട് ചെയ്തത് ചില വണ്ണം കുറച്ച്. ശരിക്കും അത് 90 കിലോ വെയിറ്റ് ഉണ്ടായിരുന്ന ഞാനായിരുന്നു. ശരിക്കും നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ വണ്ണം കുറച്ച് ഒരു 10-30 ദിവസം കൊണ്ട് വണ്ണം കുറച്ചിട്ടാണ് ഈ ലെവലായത്. ഇപ്പൊ ഇച്ചിരി വണ്ണം കൂടിയിട്ടോ. അന്നേരം ആ ഒരു സമയത്ത് നല്ല വണ്ണം കുറച്ച് 78 കിലോ 80 കിലോ എടുത്ത് വണ്ണം കുറച്ച്. അങ്ങനെ കുറച്ചാണ് ഞാൻ ഇതിനകത്തേക്ക്. നല്ലൊരു ഡെഡിക്കേഷൻ ഉണ്ട്. ശരിക്കും കഠിന പ്രയത്നത്തിൽ തന്നെയാണ് ഞാൻ അത്രയും വലിയൊരു മഹാനടൻ നമ്മൾ ചെയ്യുമ്പോൾ കുറേയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഓടിച്ചെന്ന് ചെയ്ത ഒരു സംഭവമല്ല. കുറെ നാൾ അതിനെ ട്രെയിൻ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ചെയ്തത്. ഇത് വേറെ എന്തൊക്കെ പ്രിപ്പറേഷൻ? പഴയ സിനിമകളൊക്കെ എടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു മമ്മൂട്ടിയുടെ? പഴയ സിനിമകളല്ല കൂടുതൽ കണ്ടേക്കുന്നത്. പഴയ നമ്മള് അദ്ദേഹം ചെയ്തേക്കുന്ന കുറെ ഇന്റർവ്യൂസ് വീഡിയോകളുണ്ടായിരുന്നു. ആ വീഡിയോസ് ആണ് കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഇതിനകത്ത് സിനിമയ്ക്കകത്ത് നടക്കുന്ന ഒരു റിയൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണല്ലോ നമ്മൾ ഈ സിനിമ കാണിക്കുന്നത്. അതിന്റെ പിന്നാമ്പുറത്ത് അപ്പൊ മമ്മൂട്ടി സാർ അത് എന്തൊക്കെ ചെയ്യുന്നു, അത് റിയൽ ലൈഫിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ റിയൽ ആയിട്ടുള്ള വീഡിയോസുകൾ അന്നത്തെ കാലത്തുള്ള ഡി ഡി ഫണ്ടിലൊക്കെ വന്നുകൊണ്ടിരുന്ന അന്നത്തെ കാലത്തുള്ള ആ ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പിങ്ങൾ കണ്ടിട്ട് അദ്ദേഹം നടക്കുന്ന പോലെയും അദ്ദേഹത്തിന്റെ ഓരോരോ ചേഷ്ടകൾ അങ്ങനെ കണ്ടുപിടിക്കുന്നത്. ഇതിനുശേഷം മമ്മൂട്ടിയെ കാണാൻ പറ്റിയോ? സാറിന് ഞാൻ എപ്പോഴും കാണുന്നതാണ്. സാറ് ഞാൻ എപ്പോഴും കാണുന്നതാണ്. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പം ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടപ്പോ ആദ്യം വിഷമം വന്നിരുന്നോ? എന്റെ മുഖം ആൾക്കാർ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. അത് ആദ്യം കണ്ടപ്പോ വിഷമമല്ല തോന്നുന്നത്. ആദ്യം ഭയങ്കര അത്ഭുതമാണ് തോന്നിയത്. കാരണം വെച്ചാല് ഞാനും അദ്ദേഹത്തെ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഞാൻ ശരിക്കും ഒരു പ്രേക്ഷകനാണ്. അത് നമ്മളെ കൊണ്ട് അങ്ങനെ സാധിക്കുമല്ലോ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് ആ പേടിയായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞ സിനിമ കാണുമ്പോൾ. പക്ഷെ വന്ന് കണ്ടു. ഇപ്പം
വലിയ കുഴപ്പമുണ്ടായില്ല. കാരണം ആൾക്കാരെ ഭയങ്കര കാർച്ചയും കൂവിച്ചും ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതൊരു സക്സസ് ആയി അന്നേ തോന്നിയിരുന്നു. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ടിങ്കിൾ സൂര്യയാണെന്ന് ഇതിനു ശേഷം ആളുകൾ തിരിച്ചറിഞ്ഞു. അതായത് ഈ അടുത്ത കാലത്താണ് ടിങ്കിൾ സൂര്യനെ ഇൻസ്റ്റഗ്രാമിലൂടെ ആളുകൾ തപ്പാൻ തുടങ്ങിയതും ഇതുപോലെ ഇന്റർവ്യൂവിനൊക്കെ ആളുകൾ വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ കാണുമ്പോൾ ഉള്ള റെസ്പോൺസ് എങ്ങനെയാണ്? എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. ഇപ്പൊ തന്നെ ഡിലേറ്റ് സെൽഫി എടുക്കാൻ വേണ്ടി വന്നത് ഇത് തന്നെയാണ് ഇപ്പൊ എല്ലായിടത്തും. ഞാൻ ഇന്നലെ ഹോട്ടലിൽ കയറുമ്പോഴായാലും അവിടെയൊക്കെ എല്ലാ ആൾക്കാർക്കും തന്നെ അറിയാം. കാരണം വെച്ചാൽ അത് അദ്ദേഹത്തോടുള്ള ആ ഒരു ആരാധന തന്നെയാണ് ഇപ്പോഴും നമ്മളോടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ അനുകരിക്കുന്നു. അപ്പൊ ആ ഒരു ഇത് കാണാൻ വേണ്ടി ഇപ്പൊ അതായത് ആ ഒരു പഴയ കാലഘട്ടം ഒന്നുകൂടെ കാണാൻ വേണ്ടി എല്ലാവരും ആഗ്രഹിക്കുന്നു. ഈ പറഞ്ഞ ടിങ്കിൾ സൂര്യയാണ് വിശേഷങ്ങൾ പങ്കുവച്ചത്. ഇനി ജാഗ്രത. പത്തനംതിട്ട കോന്നിയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നിക്ഷേപകൻ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. കോന്നി പൈനാമൺ സ്വദേശി ആനന്ദനാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഉള്ളത്. CPIM ഭരിക്കുന്ന പത്തനംതിട്ട കോന്നി റീജിയണൽ സഹകരണ ബാങ്കിൽ നിന്ന് 11 ലക്ഷം രൂപയാണ് ആനന്ദിന് ലഭിക്കാനുള്ളത്. ശശിനാരായണൻ ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശശിനാരായണൻ, ഈ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? അഭിലാഷ്, ആനന്ദിന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. ഇന്നലെയാണ് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഈ ബാങ്കിലെത്തി അദ്ദേഹം നിക്ഷേപിച്ച 11 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത്. ഇത് കഴിഞ്ഞ കുറെ നാളുകളായി ഈ തുക ഇങ്ങനെ ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ബാങ്കിന്റെ സാമ്പത്തിക ക്രമക്കേട് കൊണ്ട് ബാങ്ക് സാമ്പത്തികമായി വളരെ വായ്പ കൊടുത്ത ആളുകൾ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത വലിയ ക്രമക്കേടുകൾ ബാങ്കിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിക്ഷേപകർക്ക് പണം കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ബാങ്കിനുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ആനന്ദൻ അവിടെ വന്നു പണം ആവശ്യപ്പെട്ടു. പക്ഷേ പലിശ മാത്രമാണ് നൽകിയെന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. പണം തിരികെ കൊടുക്കാൻ സാധിച്ചില്ല. ബാങ്ക് ജീവനക്കാരുമായി ആനന്ദൻ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് വീട്ടിൽ പോയതിനു ശേഷമാണ് അദ്ദേഹം ഉറക്ക ഗുളിക അമിതമായി കഴിച്ച് ആത്മഹത്യക്ക് ശ്രമം നടത്തിയത്. എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹത്തെ പ്രവേശിച്ചിട്ടുള്ളത്. തീവ്ര പരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹം ഉള്ളത്. എന്തായാലും നിലവിൽ ഈ സംഭവം പറഞ്ഞുകൊണ്ട് തന്നെ നിരവധി നിക്ഷേപകരാണ് ഇപ്പോൾ ഈ ബാങ്കിലെത്തി പണം ആവശ്യപ്പെടുന്നത്. പക്ഷേ ബാങ്കിന് ഈ തുക തിരിച്ചു നൽകാൻ കഴിയുന്നില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നിക്ഷേപകർക്ക് പണം തിരികെ നൽകണമെന്ന് ഹൈക്കോടതി തന്നെ ഈ നിക്ഷേപകരുടെ പരാതി ആവശ്യപ്പെട്ടിരുന്നു. ഘട്ടം ഘട്ടമായി ഗഡുക്കളായി നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകണമെന്നും ഉത്തരവുണ്ടായിരുന്നു. പക്ഷേ ബാങ്ക് ഇതുവരെ ഈ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും അത്തരം പണം തിരികെ നൽകാൻ കഴിയാത്ത ഒരു സാമ്പത്തിക ബാധ്യതയിലാണ് ബാങ്കുള്ളത്. 10 കോടിയിലധികം രൂപ പിരിഞ്ഞു കിട്ടാനുണ്ടെന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിക്ഷേപകർക്ക് പണം കൊടുക്കാത്തൊരു സാഹചര്യം. എന്തായാലും ഈ ആനന്ദന്റെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. നിക്ഷേപകരും ബാങ്കിലെത്തി തുക ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. വിശദാംശങ്ങളാണ് ശശിനാരായണൻ നൽകിയത്. മലപ്പുറം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വീണ്ടും ചികിത്സാ നിഷേധം എന്ന് പരാതി. വാഹനാപകടത്തിൽ പരിക്കേറ്റെത്തിയ AR നഗർ സ്വദേശിക്ക് ചികിത്സ നൽകിയില്ല എന്നാണ് പരാതി. പരിക്കേറ്റ ഉഷ അരമണിക്കൂർ കാത്തുനിന്നിട്ടും ചികിത്സ കിട്ടാത്തതിനാൽ സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കേണ്ടി വന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ ഓട്ടോ മറിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടെ കുറേ 1 മണിക്കൂർ നിന്ന്. അപ്പോൾ ഡോക്ടർ നോക്കാൻ വന്നില്ല, വേദന സഹിച്ച് ഇരിക്കുകയായിരുന്നു. അപ്പോൾ സിസ്റ്ററോട് പറയുന്നുണ്ട് ഒന്ന് ഡോക്ടറോട് നോക്കാൻ വരാൻ. അപ്പോൾ ഡോക്ടർ വന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞു നമുക്ക് വേറെ ഹോസ്പിറ്റലിൽ പോവാം. അങ്ങനെ വേറെ ഹോസ്പിറ്റലിൽ പോയി. കാലില് ബ്ലഡ് വന്നിരുന്നു. പിന്നെ നല്ല വേദന സഹിച്ചിട്ടാണ് അവിടെ നിന്നത്. സിസ്റ്ററോട് കുറെ പറഞ്ഞ് ഇവരിങ്ങനെ പറയുന്നുണ്ട് ഡോക്ടറെ വിളിക്കുന്നു. അപ്പൊ സിസ്റ്റർ ഇപ്പൊ വരും പറഞ്ഞ അങ്ങനെ കുറെ നേരം അവിടെ നിന്നിട്ടാണ് പിന്നെ വേറെ ഹോസ്പിറ്റലിൽ പോയത്. CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, സാധാരണ നിലയിൽ ഒരു അപകടമുണ്ടായ ആളെത്തിയാൽ അത് നിസ്സാര പരുക്കാണെങ്കിൽ പോലും എത്രയും പെട്ടെന്ന് ചികിത്സ നൽകുക എന്നുള്ളതാണ്. ഒരുപക്ഷെ അത് ജീവൻ നിലനിർത്തുന്നതിന് പോലും നിർണായകമാവുന്ന മണിക്കൂറുകളുമാണ്. എന്തുകൊണ്ടാണ് ഈ അനാസ്ഥയെന്നാണ് അറിയുന്നത്. എന്താണ് ആശുപത്രിയുടെ പ്രതികരണം?
അഭിലാഷ്, ഫെബ്രുവരി 22 രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. അവർ ഉഷ എന്ന സ്ത്രീ പറഞ്ഞതുപോലെ ഓട്ടോറിക്ഷ മറിഞ്ഞ അപകടത്തിൽപ്പെട്ടാണ് അവർ എത്തിയത്. കാലിൽ മുറിവുണ്ടായിരുന്നു. അരമണിക്കൂറിലധികം സമയം അവർക്ക് എമർജൻസിയിൽ കാത്തു കിടക്കേണ്ടി വന്നു എന്നാണ് അവർ പറയുന്നത്. അതായത് അവർ ആശുപത്രിയിലെത്തി, നഴ്സുമാർ അവരെ അത്യാഹിത വിഭാഗത്തിൽ കിടത്തി. ഡോക്ടർ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. പക്ഷേ അരമണിക്കൂറിലധികം സമയം കഴിഞ്ഞിട്ടും ഡോക്ടർ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാലിൽ നിന്ന് രക്തം ഒഴുകി പോകുന്ന അവസ്ഥയായിരുന്നു. തുടർന്ന് മടങ്ങേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ഇത് സംബന്ധിച്ച് എന്താണ് സംഭവിച്ചെന്ന് അന്വേഷിക്കുമെന്നാണ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഇപ്പോൾ അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. എന്ത് സംഭവിച്ചുവെന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. രാത്രി ഡോക്ടർമാരൊക്കെ ഡ്യൂട്ടിക്ക് ഉള്ളതാണ്. നേരത്തെയും രാത്രിയിലെ ഈ ഡോക്ടർമാരുടെ ഡ്യൂട്ടി സംബന്ധിച്ച് അവിടെ വിവാദം ഉയർന്നിരുന്നു. അവിടെ ഡ്യൂട്ടിയിലുള്ള ഒരു വനിതാ ഡോക്ടർക്ക് പകരം ഗവൺമെൻറ് സർവീസിൽ തന്നെയുള്ള അവരുടെ ഹസ്ബൻഡ്, ഭർത്താവ് അവിടെ ജോലി നോക്കുന്നതായിട്ടുള്ള ആരോപണമൊക്കെ നേരത്തെ ഉയർന്ന ഒരു സാഹചര്യം കൂടി ഈ വിവാദങ്ങൾക്ക് പിന്നിലുണ്ട്. അതുകൂടി ഈ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയേണ്ടതുണ്ട്. അപ്പോൾ അവിടെ രോഗിക്ക് ചികിത്സ നിഷേധിക്കാനുള്ള സാഹചര്യം എന്താണെന്ന കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്നാണ് സൂപ്രണ്ട് അറിയിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും സ്ത്രീയുടെ കാലിൽ 4 സ്റ്റിച്ചുകളാണ് ഉള്ളത്. അവരിപ്പോൾ ചികിത്സയ്ക്ക് ശേഷം വിശ്രമത്തിലാണ്. ഇത്തരം ചികിത്സാ നിഷേധം എന്ന വാർത്തകളടക്കം വളരെ പ്രധാനപ്പെട്ട ഒട്ടേറെ വാർത്തകളുള്ള ഒരു ദിനമാണ്. 9 മണി വാർത്തയിലും അതിനുശേഷമുള്ള ന്യൂസ് ടെൻസിലും ഒക്കെ ഈ വാർത്തകൾ നമുക്ക് വിശദമായി പരിശോധിക്കാം. രാവിലെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഇത് കണ്ടോ കാണാം. എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം.